listening Happy Moon Podcast. ഇവിടുന്ന് പോയി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമുക്കിവിടെ തിരിച്ചു വരണം. ഒന്നുമില്ലെങ്കിലും അന്ന് നമ്മൾ ഏത് കോലത്തിലാണെന്നെങ്കിലും കാണാലോ. പിന്നെ അന്ന് സീരിയസ് ആയി ചെയ്ത പല കാര്യങ്ങളും ഇന്ന് തമാശയോടോർത്ത് ചിരിക്കാൻ പറ്റും. 2006 ക്ലാസ്മേറ്റ്സ് എന്ന ലാൽ ജോസ് ചിത്രത്തിൽ നിന്നുള്ള ഒരു ചെറിയ സംഭാഷണമാണ്. ഈ ഒരു സിനിമയെ പറ്റി ചിന്തിക്കാതെ പറയാതെ നമുക്ക് റീയൂണിയനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല അല്ലേ. എല്ലാവർക്കും ഹാപ്പി മൂൺ പോഡ്കാസ്റ്റിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ അൻസിർ. ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഒരു 4 പേര് വന്നിട്ടുണ്ട്. അഭിഷേക്, നേഹ, ജോസേട്ടൻ, ഹാറൂണിക്ക. ഇവരെല്ലാം പല കാലഘട്ടത്തില് ഞാൻ പഠിച്ച കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. 2020, 17, 2006, 94, ഒരു 90s to 20s വരെയുള്ള ആൾക്കാർ നമ്മോടൊപ്പം ഉണ്ട്. അവർ പറയുന്ന അനുഭവങ്ങളും അവർ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ വേറെ വേറെ ആയിരിക്കും അല്ലേ. അതെല്ലാം നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ അനുഭവിച്ചറിയാം. എൻ്റെ കോളേജ് എന്ന് പറയുമ്പോൾ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ്, തൃക്കാക്കര, എറണാകുളം. അവിടെ ഈ മാസം 23-ാം തീയതി നമ്മുടെ ഒരു റീയൂണിയൻ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടിയതാണ്. കുറച്ച് വിശേഷങ്ങളും കുറച്ച് സന്തോഷങ്ങളെല്ലാം പങ്കുവെക്കാൻ ഈ പോഡ്കാസ്റ്റിലേക്ക്. ആദ്യം തന്നെ എല്ലാവരും നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് വെൽക്കം ചെയ്യാം. ഓരോരുത്തരായിട്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം അല്ലേ. ആദ്യം തന്നെ ജോസേട്ടൻ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, എൻ്റെ പേര് ജോസ് എന്നാണ്. ഞാൻ 2006 ബാച്ചിൽ ഇലക്ട്രോണിക്സ് ബാച്ചിൽ നിന്ന് പാസ്സായ ആളാണ്. 2002, 2006 കോളേജിൽ നിന്ന് ഞാൻ വിപ്രോയിലേക്കാണ് ജോലിക്ക് കയറിയത്. അങ്ങനെ ഞാനൊരു 10 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് ഞാനിപ്പോൾ 7 വർഷമായിട്ട് ഇപ്പം അമേരിക്കയിലാണ്. എൻ്റെ ഭാര്യയും മോഡൽ തന്നെ പഠിച്ചതാണ്. ബിദു എന്നാണ് എൻ്റെ ഭാര്യയുടെ പേര്. ബിദു ബയോമെഡിക്കൽ ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ബിദു ജിയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ അമേരിക്കയിൽ മിൽവോക്കി എന്ന് പറയുന്ന നഗരത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു MEC കപ്പിളാണ്. അങ്ങനെ നമ്മുടെ കോളേജിൽ നിന്ന് ഒരുപാട് പേര് അങ്ങനെ ഉള്ളവരുണ്ട്. അപ്പോൾ താങ്ക് യു ജോസേട്ടാ, ഒരുപാട് സന്തോഷം നമ്മുടെ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലോ. ഇനി നമുക്ക് നേഹേനെ ഒന്ന് പരിചയപ്പെടാം. നേഹ. ഹായ്, സോ എന്റെ പേര് നേഹ. അറിയപ്പെടുന്നത് NMT ആയിട്ടാണ്. കുറെ പേർക്ക് എന്റെ പേര് നേഹ എന്ന് പോലും അറിയത്തില്ല. ഞാൻ 2017 ബാച്ച് പാസ് ഔട്ട് ആണ്. കോളേജിൽ നിന്ന് പ്ലേസ്ഡ് ആയത് ഇറ്റിയം എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ. ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നു, ബാംഗ്ലൂരിൽ. കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയുണ്ട്. സന്തോഷമായിരിക്കുന്നു. ഇനി ഒരുപാട് കേൾക്കാനുണ്ട് നേഹന്റെ കോളേജ് ലൈഫിലെ കുറെ മെമ്മറീസും കാര്യങ്ങളും. അതിനു മുന്നേ നമുക്ക് അഭിഷേകിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്റെ പേര് അഭിഷേക്. ഞാൻ 2020 പാസ് ഔട്ട് ആണ്. ഞാൻ 2016 കയറി 2020 പാസ് ഔട്ട്, CSE എന്ന് പാസ് ഔട്ട് ആയതാണ്. ഞാൻ കോളേജിൽ നിന്ന് തന്നെ ക്യൂബേഴ്സ് എന്ന കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ട്. പക്ഷേ 3 വർഷത്തിൽ 3 കമ്പനി മാറി. ഇപ്പൊ ഞാനൊരു ഫിൻടെക് ബേസ്ഡ് സ്റ്റാർട്ടപ്പിലായിട്ട് ഒരു റിമോട്ട് സെറ്റപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം കാലക്കൊടിഞ്ഞ് ഞാൻ വീട്ടില് ഒരു ACL ടയറൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു വർക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് പാർഷ്യലി വർക്കിംഗ്. പക്ഷെ പോഡ്കാസ്റ്റ് വന്നപ്പോഴേക്കും എന്തായാലും ആരോ ടു ഫോർ ദ പീപ്പിൾ എന്നുള്ള രീതിയിൽ. അതെ അതെ, ഒരുപാട് സന്തോഷം. ഇതിൽ എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നത് നമ്മൾ അഭിഷേകാണ്. MHലുണ്ട്. അങ്ങനെ ഒരു പേഴ്സണലായിട്ട് അറിയാവുന്ന വിഷയം. ബാക്കിയുള്ളവരൊക്കെ പേരറിയും അല്ലാതെ ഇപ്പോഴാണൊന്ന് പരിചയപ്പെടുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MECക്ക് ഒരുപാട് വർഷത്തെ റീയൂണിയൻ പരിചയങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതൊരു നമ്മുടെ XMEC എന്നാണ് നമ്മുടെ റീയൂണിയൻ അസോസിയേഷനെ നമ്മൾ വിളിക്കുന്നത്. സോ നമുക്ക് എന്റെ പോഡ്കാസ്റ്റ് കേൾക്കുന്ന പുറത്തുള്ള കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കൂടിയും നമ്മൾ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ ഒരു XMECന്റെ ഭാഗമായിട്ട് എല്ലാ വർഷങ്ങളും നമ്മുടെ റീയൂണിയൻ നടത്താറുണ്ട്. അപ്പോൾ ഒരുപാട് 90s ഗ്രാജുവേറ്റ് ചെയ്ത മുതൽ നമ്മുടെ 20s ഇപ്പം ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാരെല്ലാരും കൂടിയിട്ട് നടത്തുന്ന ഒരുപാട് നല്ല മൊമെന്റ്സ് അതാണ് നമ്മുടെ റീയൂണിയനുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയാനുള്ളത്, ആ ഒരു കോളേജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്തത് എവിടെയായിരിക്കും? ഏറ്റവും നിങ്ങളുടെ കൂട്ടുകാരൊപ്പം കുറച്ചു നേരം ഇരിക്കാനോ സംസാരിക്കാനോ ഒക്കെ
ഏറ്റവും കൂടുതൽ നിങ്ങൾ സമയം കണ്ടെത്തിയത് ഏതൊരു സ്പോട്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്? നമുക്ക് ആദ്യം നേഹന്റെ അടുത്ത് തന്നെ ഒന്ന് കേൾക്കാം. എന്റെ സ്ഥിരം സ്ഥലം എല്ലാവരുടെ പോലെ നമ്മുടെ ക്യാൻറ്റീനും ചിൽസും. ചിൽസ് ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ സമയത്ത് അത് ചിൽസ് ആയിരുന്നു. അപ്പോ ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് കിട്ടുമ്പോ ഓടിപ്പോവും. ആ സമയത്ത് ചൂട് മാഗി തരുമായിരുന്നു ഉണ്ടാക്കി. ഇപ്പൊ എനിക്കറിയത്തില്ല അതുണ്ടോന്ന്. മാഗി കഴിച്ചിട്ട് പിന്നെ തിരിച്ചു വരും. ഹോസ്റ്റലായിരുന്നു ഞാൻ, നവജ്യോതി എന്ന് പറഞ്ഞ ഹോസ്റ്റലായിരുന്നു. അപ്പൊ നമുക്ക് വീട്ടിലെ ഫുഡ് ഒന്നും ഇല്ല. ഹോസ്റ്റൽ വരെ നടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ക്യാൻറ്റീനിലൊക്കെ പോകും. അപ്പൊ എന്റെ ബെസ്റ്റ് ടെക്നീക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ ആൾക്കാർ പിടിക്കും. എടാ കുറെ നാളായെന്ന് കണ്ടിട്ട് ഇന്നൊരു ചിലത് തരുമ്പോ അപ്പൊ അവരെന്നെ കുറെ നാൾ കഴിഞ്ഞായിട്ട് കാണുന്നത്. അപ്പൊ അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കാൻ കുഴപ്പമില്ലല്ലോ. അടുത്ത ദിവസം അടുത്ത ആളെ പിടിക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ജീവിച്ചു പോയത്. ക്യാൻറ്റീൻ ആയിരുന്നു എന്റെ സെക്കൻഡ് ഹോം. അങ്ങനെ പിന്നെ അവിടെ പോകുമ്പോൾ എല്ലാരും ഒന്ന് കാണാനും, ഒബ്വിയസ്ലി നമ്മൾ ക്ലാസ്സിലിരിക്കും, ക്ലാസ്മേറ്റ്സ് ആണല്ലോ കാണുന്നത്. നമ്മുടെ കോളേജിൽ എല്ലാവരും അവിടെ ഉണ്ടാവും. ഈവനിങ് ടൈമിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മുടെ ഹോസ്റ്റൽ ടൈം കഴിയുന്നവരെ, ഒരു 6:30 ഹോസ്റ്റലിൽ കയറണമെങ്കിൽ 6 മണി വരെ നമ്മൾ അവിടെ തന്നെ ആയിരിക്കും. ഞാൻ അവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ അതൊരു നല്ല ടൈം ആയിരുന്നു. അടിപൊളി. ക്യാൻറ്റീൻ ആണ് ഒരു മെയിൻ സ്പോട്ട്. അതെ. ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ തന്നെ ഒരു കസ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പോർഷൻ നമ്മുടെ കോളേജിന്റെ സൈഡിൽ ചുമ്മാ പണിത് കുറച്ച് ചാക്കിലോ മണ്ണൊക്കെ നിറച്ച് ആ സമയത്ത് ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ആക്കി വോളിബോൾ കോർട്ടിന്റെ സൈഡിലായിരുന്നു നമ്മുടെ വോളിബോൾ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജാണ് ഞങ്ങൾ എല്ലാവരും ക്യാമ്പസ്, അതല്ലെങ്കിൽ കലാലയം. അപ്പോ ഒരു ചെറിയൊരു ക്യാമ്പസ് ആണ്, പക്ഷെ അതില് നമ്മുടെ പോലെയുള്ള കുറെ ആൾക്കാർ വന്ന് പോയി ജീവിച്ച ഒരു ചെറിയ കലാലയാണ്. ഈ ബിൽഡിങ്ങിന്റെ സൈസിൽ ചെറുതായെങ്കിലും അതില് നമ്മൾ പങ്കുവെക്കുന്ന കുറെ ഓർമ്മകളും അതില് നമ്മൾ കൊണ്ടുവരുന്ന കുറെ അനുഭവങ്ങളും അത് വലുത് തന്നെയായിരിക്കും. അപ്പോ ഇനി അടുത്ത ജോസേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഏതായിരുന്നു നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്? ഞാൻ മോഡലിൽ ചേരാൻ വരുന്ന 2002 സെപ്റ്റംബറിലാണ്. ഞാനും എന്റെ അമ്മയും കൂടെ. അമ്മ കോട്ടയത്തെ ഒരു പ്രശസ്തമായ വനിതാ കോളേജിലെ അധ്യാപികയാണ്. അപ്പൊ ഞങ്ങൾ വന്ന് കയറി അഡ്മിഷൻ നടപടികളൊക്കെ തീർത്തു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നമുക്ക് ഇനി ക്യാമ്പസ് ഒന്ന് കാണാം, എന്റെ പുതിയ കോളേജാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളിങ്ങനെ കെട്ടിടത്തിനകത്തൂടെ നടന്ന് ഫോർട്ടിന്റെ അതിലേക്കൂടെ കറങ്ങി ലൈബ്രറി മുമ്പിലെത്തി. ഞങ്ങൾ കോളേജിന് പുറകിലുള്ള വിശാലമായ ക്യാമ്പസ് കാണാൻ നടക്കുകയാണ്. കോളേജ് കഴിഞ്ഞപ്പോഴേ തൊട്ട് പുറത്ത് ഗേറ്റ്. ഇപ്പൊ അമ്മ ചോദിച്ചു, ഇത്ര ഉള്ളൂ, ഇവിടെ ഒരു കോളേജാകുമ്പോ ഇച്ചിരി ഉണ്ടാവണമല്ലോ. അപ്പോ ഞങ്ങളുടെ ബാച്ചുകൾ അനുഭവിച്ചൊരു പ്രധാന പ്രശ്നം അതായിരുന്നു. നമ്മൾ ഈ വി.ടി. രാജപ്പന്റെ കഥാപ്രസംഗങ്ങളിലൊക്കെ പറയുന്ന പോലെ മണ്ടപോയ 1-2 തെങ്ങുകളും മണ്ടയില്ലാത്ത 1-2 വാഴകളും ഇല്ലാതെ ആ ക്യാമ്പസിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം വെയിലടിക്കാതെ ഒന്നിരിക്കണമെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അന്ന് കോളേജിന് പുറത്തൊരു സ്ഥലമില്ല. കോളേജിനകത്തിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. നമുക്ക് അധ്യാപകരൊക്കെ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹാങ് ഔട്ട് മൂഡിൽ ആ ഒരു വൈബിലിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ആ മുമ്പിലുള്ള കമ്പിവേലിയുടെ പുറത്തായിരുന്നു സ്ഥിരമായി ഒക്കെ കുറെ പേരൊക്കെ ഇരുന്നിരുന്നതും. പിന്നെ അന്ന് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നില്ല. മോഡലിൽ ഇന്ന് കാണുന്ന ആ ബിൽഡിംഗ് ഇല്ല ആക്ച്വലി. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 202-നും 210-നും ഇടയിൽ അന്ന് കെട്ടിടമില്ല. അതൊരു കാലി സ്പേസ് ആണ്. ഇപ്പോഴാണ് അവിടെ മുഴുവൻ ക്ലാസ് റൂമുകളായത്. പിന്നീട് ഞങ്ങള് അവസാന വർഷം പഠിക്കുമ്പോഴൊക്കെയാണ്. അപ്പൊ അന്ന് കോളേജിൽ ക്യാൻറ്റീൻ ഇല്ല. ഒരു പണിതീരാത്ത ഒരു കെട്ടിടമായിരുന്നു മോഡൽ ആ കാലത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് പിന്നെ പുറത്തുള്ള സ്ഥലങ്ങളിലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. പുറത്തുള്ള അങ്ങനത്തെ കോഫി ഷോപ്പുകളിലൊന്നും നമുക്ക് ഒരു പരിധിക്കപ്പുറം ഇരിക്കാൻ പറ്റില്ല. 2002 എന്നൊക്കെ പറഞ്ഞാൽ വലിയ സാമ്പത്തിക മാന്യമുള്ള കാലമാണ് കേട്ടോ. നമുക്ക് അങ്ങനെ നേരെ ഒന്ന് പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ ക്ലാസ് റൂമിന്റെ ഒക്കെ നമ്പർ ഇപ്പോഴും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും 101 ഉണ്ടല്ലോ, ആ ഒരു ഗുദാവിലിരിക്കുന്ന ആ ഒരു അവിടേക്കാണ് എല്ലാവരും ഇരുന്നത്. കാരണം അധ്യാപകരുടെ പെട്ടെന്ന് നോട്ടം കിട്ടാത്ത രീതിയിൽ നമ്മൾ ക്ലാസ് കയറാതൊക്കെ ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അതൊക്കെ ആയിരുന്നു കുറെയൊക്കെ. പിന്നെ ഈ പറയുന്ന കോളേജിൽ നിൽക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തവരെല്ലാം നേരെ ഹോസ്റ്റലിൽ പോകും. വെറുതെ ഇവിടെ നിന്ന് കറങ്ങി തിരിയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. ഹോസ്റ്റൽ അടുത്തായിരുന്നു വലിയൊരു ഉപകാരമായിരുന്നു. നമുക്കിപ്പോ ഒരു അവർ ഇല്ലെങ്കിൽ ഒന്ന് ഹോസ്റ്റലിൽ പോയിട്ട് വരാനുള്ള ഒരു സൗകര്യമുണ്ട്. അങ്ങനെ. പിന്നെ ജോസേട്ടൻ എപ്പോഴെങ്കിലും ക്യാമ്പസിലേക്ക് പിന്നെ വന്നിട്ടുണ്ടായിരുന്നു US? ഞാന് കോളേജില് ആദ്യത്തെ വർഷം പാസ് ഔട്ട് ആയ വർഷം പിറ്റേ വർഷത്തെ ആർട്സ് കൂടാനായിട്ട് ഞങ്ങൾ 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ആ കോളേജിൽ പാസ്സായി പോയിട്ടുള്ള ആ ഒരു ഇതാണല്ലോ. അപ്പൊ ആ ഒരു മോഡിലായതുകൊണ്ട് അവധിയൊക്കെ എടുത്ത് വന്ന് ആർട്സ് കൂടി. പിന്നീട് കല്യാണം വിളിക്കാൻ വന്നു. വേറെ ഇവിടെ വിളിച്ചില്ലെങ്കിലും മോഡൽ വിളിക്കണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ XMEC മീറ്റുകൾ വർഷങ്ങളോളം മോഡൽ ബാംഗ്ലൂർ തന്നെയാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നത് നമ്മുടെ 25th ആനിവേഴ്സറി ആയിരിക്കണം മോഡലിൽ വെച്ചൊരു
XMEC നടത്തി. എന്റെ ഓർമ്മ ശരിയാണ് 2013 അല്ലെങ്കിൽ 14 ആണ് ആദ്യമായിട്ട് ക്യാമ്പസിന് നമ്മുടെ കോളേജിനകത്ത് തന്നെ XMEC മീറ്റ് വലിയ കാര്യമായിട്ട് എല്ലാവരും സാധാരണ ബാംഗ്ലൂർ അറ്റൻഡ് ചെയ്യാറുള്ളവരെല്ലാം വന്ന് ഡിസംബർ 26, 27 അങ്ങനെ ക്രിസ്മസിനോട് ചേർത്തുള്ള ഒരു ദിവസമായിരുന്നു പരിപാടി നടത്തിയത്. അത് കൂടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 3-4 തവണ അവിടെ എത്തി. പിന്നീട് 1-2 തവണ അതിന്റെ പുറത്തുള്ളൊക്കെ പോയെങ്കിലും നമ്മൾ ഗേറ്റ് കടന്നകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇവിടുത്തെ ആളാണെന്നുള്ള രീതിയിലാണ് നമ്മൾ കയറുന്നത്. അവിടെ നിൽക്കുന്നത് നീ ആരടാ എന്ന രീതിയിൽ നമ്മുടെ മുഖത്തേക്ക് ഇരുന്നിട്ടുണ്ട്. വളരെ ശരിയാണ്. അതും ഒരു അനുഭവിക്കേണ്ട ഒരു സംഗതി തന്നെയാണെന്ന് തോന്നുന്നു. നമ്മുടെ പഠിച്ച 4 വർഷം സ്പെൻഡ് ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇറങ്ങി കുറച്ച് വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മൾ തീരെ പരിചയമില്ലാത്ത കുറെ മുഖങ്ങളായിരിക്കും നമുക്ക് കാണുന്നത്. ഒരുപാട് സന്തോഷം. സോ ഇനി അഭിഷേകിന്റെ ചന്ദ്രസേൻ എന്നാണ് ഞങ്ങളെല്ലാരും വിളിക്കാറ്. അപ്പൊ അതെ, ഇടയ്ക്ക് പേര് നോക്കി വിളിക്കുമ്പോഴാണ്. അപ്പൊ എവിടെയാണ് ചന്ദ്രസേനന്റെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ കോളേജ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്ന MH റൂമിൽ ഉറങ്ങിയിട്ടാണ്. അപ്പോ ഉറക്കായിരുന്നു എന്റെ മെയിൻ ഇത്. പക്ഷെ അത് കൂടാണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ജോസേട്ടന്റെ സമയത്ത് ബിസ്മി എന്ന് പറഞ്ഞൊരു കട ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, നമ്മുടെ പള്ളിയുടെ സൈഡിൽ. അപ്പൊ പള്ളിയുടെ സൈഡിൽ പോയി ഒരു ചായ കുടിക്കാന്നായിരുന്നു ഞങ്ങളുടെ മേജറായിട്ട്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഒരു ചായ കുടിക്കുക എന്നായിരുന്നു അതിന്റെ മെയിൻ ഇത്. പിന്നെ അത് കഴിഞ്ഞ ആൻസിഫ് പറഞ്ഞ പോലെ കസ, അതിന് എനിക്ക് ഞങ്ങളൊരു 3rd year 4th year ആയപ്പോഴാണ് കസ എന്ന് പറഞ്ഞൊരു ഒരു ചെറിയ സ്പേസ് വോളിബോളിന്റെ സൈഡിലായിട്ട്. അവിടെ കുറെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് അവിടെ എനിക്ക് കോളേജിന്റെ പുറത്ത് കുറച്ചു നേരം വെയില് കൊള്ളാണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കസ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ NMT പറഞ്ഞ പോലെ ക്യാൻറ്റീൻ. അപ്പൊ എനിക്കങ്ങനെ ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലം, നമ്മളിങ്ങനെ ആൾക്കാർ എവിടെയുണ്ടോ അവിടെ ചെന്നിരുന്ന് സൊറ പറയാന്നായിരുന്നു മേജർ. അല്ലാണ്ട് എന്താ നമുക്ക് ഒരു സ്ഥലം എന്ന് പറഞ്ഞൊരു സ്പെസിഫിക് സ്ഥലമില്ല. നമ്മളിങ്ങനെ സർവ്വവ്യാപിയായിട്ട് കോളേജിന്റെ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളതായിരുന്നു. കസ എന്നല്ല ഞാൻ പറഞ്ഞ ഉദ്ദേശം, എനിക്കിങ്ങനെ മെയിൻ സ്പോട്ട് ഒന്നുമില്ലായിരുന്നു. ആൾക്കാർ എവിടെയുണ്ടോ അതിന്റെ ഇടയിൽ പോയി ഇരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ മെയിൻ പരിപാടി. അങ്ങനെ എവിടെ ആൾക്കാരുണ്ടോ സൈഡിൽ പോയിട്ട് ആൾക്കാരെ മാന്ത ചൊറിയ സൈഡിൽ പോയിട്ട് പറഞ്ഞു. എനിക്ക് ഓർമ്മ വരുന്നത് ഞാനിവിടെ കാണുന്നത്, ഞാൻ 4th year അഭിഷേക് ഫസ്റ്റ് ഇയർ ആകുമ്പം ഇവരുടെ ഫ്രഷേഴ്സ് ഉണ്ടല്ലോ, റാഗിങ് കഴിഞ്ഞ ദിവസം അതിന്റെ അടുത്ത ദിവസം പരിചയപ്പെടൽ റാഗിങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. പരിചയപ്പെടും. ഓക്കെ കറക്റ്റ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോ ഒരു ചെറുക്കൻ അവിടെ ഈ ക്യാൻറ്റീനിലോട്ട് പോകുന്ന വഴിയുണ്ട്, അവിടെ വെച്ച് വാള വെച്ചോണ്ട് ഫ്രഷർ ആണല്ലോ, ഇത് ഫസ്റ്റ് ഇയർ ആണല്ലോ. അപ്പൊ ഇവനെ തിരുമ്മി വെള്ളമൊക്കെ വേണോടാന്നൊക്കെ ചോദിച്ചാ അന്ന് ഇവൻ എന്റെ പുറകെ കൂടിയ എപ്പൊ കണ്ടത് ഇവന്റെ കയ്യിൽ ഈ ട്രിക്ക് ഞാൻ പഠിച്ചത്. കാണുന്ന ആൾക്കാരുടെ കേട്ട് പോയി ചെലവ് ചോദിക്കാം. അപ്പൊ ആരെങ്കിലും ഒക്കെ തയ്യാറത് നമുക്ക് ചെറിയിലും എന്തെങ്കിലുമൊക്കെ ഒരു ബജ്ജിയോ ഒരു ചായയോ മെഡിസിൻ അങ്ങനെ. ഞങ്ങള് ഫ്രഷേഴ്സ് കിട്ടിയതിന്റെ നെക്സ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളുടെ ആർട്സ് ഉണ്ടായിരുന്നു. ആർട്സിന് ഞാൻ ഈസ്റ്റേൺ പെർക്കഷൻ വായിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഫ്രഷേഴ്സ് ആകുമ്പോ സീനിയേഴ്സിന്റെ നല്ല പരിചയപ്പെടൽ കഴിഞ്ഞിട്ട് അവർ സ്നേഹിക്കുന്നത് നല്ല മധുരപാനീയം തന്ന് ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തലേ ദിവസം ഫുൾ പരിപാടിയായിരുന്നു. പരിപാടിയായിട്ട് പിറ്റേ ദിവസം ഓറഞ്ചിന്റെ മണം കേട്ട വാള. അപ്പൊ ഓറഞ്ചിന്റെ മണം അപ്പോഴാണ് ഞാൻ ആ സെക്യൂരിറ്റി ഗേറ്റിന്റെ സൈഡിൽ വെച്ചിട്ട് NMT പറഞ്ഞ പോലെ കൊടൂരമായ വാള്. പിന്നെ എനിക്ക് സംഭാരം വാങ്ങിച്ചു തന്നു, മോര് വാങ്ങിച്ചു തന്നു, കരിക്കൊക്കെ വാങ്ങിച്ചു തന്നു. എങ്ങനെയൊക്കെയോ വായിച്ച് 2nd or 3rd വന്ന് അടിച്ചു. അന്ന് എന്റെ പ്രൈസ് NMTക്ക് വേണ്ടിയിട്ട് സ്മരണയായി അച്ഛ. അതാണ്. Harunika. Hi. കേൾക്കുന്നുണ്ട്. I'm sorry I couldn't join. I was just able to join now. Really sorry for that. It's okay. It's all fine. ഞങ്ങളിങ്ങനെ പതുക്കെ കോൺവെർസേഷൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അരുൺ, ഇക്ക് ശരിക്കും 92 ബാച്ച് അല്ലേ? 90 ഞങ്ങള് 1994 സെക്കൻഡ് ബാച്ച്. ഓ അടിപൊളി. ഇവിടെയുള്ള ജോസേട്ടൻ നമ്മുടെ 2060 ബാച്ചാണ്, അഭിഷേക് 20, പിന്നെ നേഹ നമ്മുടെ 2070. അങ്ങനെ ഒരു 90s മുതൽ 20s വരെയുള്ള MECയിലുള്ള കുറച്ച് പേരെ നമ്മൾ ചൂസ് ചെയ്തിട്ടാണ് ഈ പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സന്തോഷം അരുണിക്ക ഇവിടെ കുറച്ചു നേരം നമ്മളോടൊപ്പം സംസാരിക്കാൻ വന്നത്. വണ്ടർഫുൾ. എല്ലാവരെയും കണ്ടതിലും ഐ എം റിയലി ഹാപ്പി. ആക്ച്വലി നമ്മളിവിടെ
We have two generation of people actually. ഞാൻ 94 ജനിച്ച ചേട്ടാ. That is ഇത് ചേട്ടൻ കോളേജിൽ ഇവർ ഇത്ര സമയം ജോസേട്ടന്റെ കാലത്ത് അതുണ്ടായിരുന്നോ, ജോസേട്ടന്റെ കാലത്ത് ഇതുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോ നമ്മൾ കൊണ്ട് വിക്രമാദിത്യന്റെ കാലത്ത് ഇന്ത്യയിലെ ഭരണപരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ മൂത്തപ്പായിട്ടിരിക്കാനായിരുന്നു സമയം. ഭാരം വന്ന എന്തുകൊണ്ട് നന്നായി. എന്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം സെക്കൻഡ് ജനറേഷൻ ആണ്. ഇപ്പൊ എന്റെ മോള് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പൊ സെക്കൻഡ് ഇയറിന് പഠിക്കുകയാണ്. അപ്പം ഓ വാ. ശരിക്കും സെക്കൻഡ് തന്നെയാണ്. പ്രോബബ്ലി എന്റെ കാര്യം പറയുവാണെങ്കിൽ പ്രോബബ്ലി ഐ ക്യാൻ സേ ഞങ്ങള് പ്രോബബ്ലി MECയിലെ ഒരു ഫസ്റ്റ് കപ്പിൾ ആയിരിക്കും. ഞാനും എന്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. ഞങ്ങള് 94 അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 95 കല്യാണം കഴിച്ച ആൾക്കാരാണ്. ഓ നമ്മളാണ് ഇവരുടെ എല്ലാം എന്താ പറയുന്നത് ഗൈഡിങ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പോലെ ലൈറ്റ് ഇട്ടിട്ട് വന്നവര് ഞങ്ങളാണ്. പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നിന്നല്ല. ഞങ്ങളൊക്കെ മറ്റേ എടപ്പള്ളി സ്കൂളിൽ നിന്ന് തുടങ്ങിയവരാണ്. എടപ്പള്ളി സ്കൂളിൽ നിന്ന് തുടങ്ങി ഈ കോളേജിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി കംപ്ലീഷൻ ആയി അതിലോട്ട് കയറി അങ്ങനെ വന്ന ആളുകളാണ് നമ്മള്. അതെ അതെ അതെ. So, ഇനി ഞങ്ങൾക്ക് അറിയാവുന്നുള്ളത് ഇനി ഇപ്പൊ ജോസേട്ടൻ ഒന്ന് ഫ്രീ ആയി, ഇനി ഞങ്ങൾക്ക് അതിനു മുന്നിട്ടുള്ള കാലങ്ങളെ പറ്റി ഒന്ന് കൂടുതൽ MBCയുടെ പൂർവ്വ ചരിത്രങ്ങളൊന്ന് കുറച്ചുകൂടി നമുക്ക് അറിയാൻ പറ്റും ഇനി ആറ് ആയിരുന്നു. സോ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുന്നത് നന്നായിരിക്കും. ഇപ്പൊ എവിടെയാണ് ഇപ്പോ ഉള്ളത്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ. ഷുവർ. ഞങ്ങള് ഞാൻ 1994 ബാച്ചാണ്. 94 പാസ് ഔട്ട് ആയിട്ട് ദെൻ I worked for Wipro for about 8 years. Wipro പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തു. അന്നൊന്നും ഈ IT ഈ സോഫ്റ്റ്വെയർ ഒക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരുന്നു. ആൻഡ് ദെൻ ഐ മൂവ്ഡ് ഓൺ ടു റിലയൻസ്. റിലയൻസ് നമ്മുടെ കേരളത്തില് ഇപ്പോഴത്തെ റിലയൻസ് അല്ല, പഴയ റിലയൻസ് കേരളത്തിൽ ലോഞ്ച് ചെയ്ത ലീഡർഷിപ്പ് ടീമിൽ ഞാനുണ്ടായി. ഐ വാസ് ദ ഹെഡ് ഓഫ് ബിസിനസ്. അത് കഴിഞ്ഞിട്ട് എയർസെൽ എന്ന് പറഞ്ഞിട്ട് ഒരു ടെലികോം കമ്പനി വന്നിട്ടുണ്ടായി കേരളത്തില്. കേരളത്തിലെ എയർസെൽ ലോഞ്ച് ചെയ്തത് ഞാൻ അതിന്റെ CEO ആയിരുന്നു കേരളത്തിലെ. അത് കഴിഞ്ഞിട്ട് ഐ വെന്റ് ഓൺ ടു മൈ ഇന്റർനാഷണൽ സ്റ്റിന്റ്. ഞാനൊരു മോൾഡീവ്സ് ടെലികോം കമ്പനിയിൽ 2 വർഷം CEO ആയിരുന്നു. പിന്നെ മിയൻമാർ ഒരു ടെലികോം കമ്പനിയിൽ 2 വർഷം CEO ആയിരുന്നു. ഇന്തോനേഷ്യയിൽ ഒരു ടെലികോം കമ്പനിയിൽ 2 വർഷം CEO ആയിരുന്നു. ഖത്തറില് ഒരു ഖത്തർ ടെലികോം, ഇപ്പം ഒറിഡു എന്ന് പറയുന്ന ബ്രാൻഡില് ഐ വാസ് ദെയർ ഫോർ 3 years ഇൻ ദ ലീഡർഷിപ്പ് ടീം. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്റ്റാർട്ടപ്പ് ജേർണി തുടങ്ങിയായിരുന്നു. ഞാനിപ്പം ഐ റൺ മൈ കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ്. ആൻഡ് ദെൻ ഐ ഹാവ് എ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്. നമ്മൾ ഈ സ്റ്റാർട്ടപ്സിനെ ഫണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ആൻഡ് ഐ എം ബാക്ക് നൗ. ഒരുപാട് കാലം പുറത്തൊക്കെ പോയിട്ട് കോവിഡ് കഴിഞ്ഞിട്ട് ഐ എം ബാക്ക് ഇൻ കേരള. ദാറ്റ് ഈസ് മൈ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇപ്പൊ കേരളത്തിലുണ്ട്? ഇപ്പൊ കേരളത്തിലുണ്ട്. ഞങ്ങളുടെ ഫാക്ടറിയും ബാക്കി കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണ്. സോ ഐ കീപ് ഷട്ടിലിംഗ് ബിറ്റ്വീൻ കൊച്ചിൻ ആൻഡ് ബാംഗ്ലൂർ. പിന്നെ ജോസിന് കുറച്ചും കൂടി റിലീഫ് കൊടുക്കാനായിട്ട് പ്രോബബ്ലി ഞാൻ നമ്മുടെ MEC ക്രിക്കറ്റ് ടീമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ടീം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഞങ്ങളാണ്. ഞാൻ അതിന്റെ 2 കൊല്ലം ക്യാപ്റ്റൻ ആയിരുന്നു. നമ്മള് that time we were part of Cochin University of Science and Technology. ആദ്യമായിട്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് കപ്പ് കൊണ്ടുവന്നത് നമ്മളാണ്. ഇവിടെ പ്രോബബ്ലി ആദ്യമായിട്ട് അവിടെ പോയിട്ട് തല്ലുണ്ടാക്കിയത് നമ്മളായിരിക്കും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ. ബട്ട് ഇറ്റ് വാസ് എ ഗോൾഡൻ ടൈം. നമ്മൾ ഇപ്പോഴും മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ അന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഓരോ സാറുമാർക്കും ഓരോ ടീച്ചേഴ്സിനും ഇന്നും ബൈ നെയിം അവരെല്ലാം നമ്മളെ അറിയും. എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളെ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിനും ഓരോ സാറുമാരും ഇന്നും അറിയും. വിച്ച് ഇസ് എ വെരി 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 ബിഗ് പ്രിവിലേജ് ഫോർ അസ്.
ദാറ്റ്സ് വണ്ടർഫുൾ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോഡ്കാസ്റ്റ് ആയതുകൊണ്ടുള്ള ഉപകാരം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം, ഒരു ലിമിറ്റും ഇല്ല. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ചോദ്യത്തിന് ഇങ്ങനെ എത്തിയിരിക്കുകയായിരുന്നു. നമ്മള് പണ്ട് പണ്ട് ഒരു വലിയ സീരിയസ് ആയിട്ട് ചെറിയ ചെയ്ത പല കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ കുറെ വർഷങ്ങൾക്ക് ശേഷം അതൊരു തമാശയായിട്ടായിരിക്കും പിന്നെ നമ്മൾ ഓർത്തെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ റീയൂണിയനിലൊക്കെ നമ്മൾ ചെന്ന് പങ്കുവെക്കുന്ന കുറെ മെമ്മറീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ നമുക്ക്? അത് പണ്ട് എന്തെങ്കിലും കുസൃതിയായിരിക്കാം, എന്തെങ്കിലും ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അരുൺ? ഇക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെ എന്തെങ്കിലും മെമ്മറീസോ? എനിക്ക് തോന്നുന്നു നമുക്ക് ലൈഫ് വാസ് ഫുൾ ഓഫ് മെമ്മറീസ്. ഞങ്ങളുടെ ബാച്ചോട് കൂടിയാണ് ആക്ച്വലി മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ശരിക്കും ഒരു എന്താ പറയുന്ന ക്യാമ്പസ് ഇന്റർവ്യൂസ് സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഇയറോട് കൂടിയാണ്. അത് ആക്ച്വലി സ്റ്റാർട്ടഡ് വിത്ത് 3 or 4 പീപ്പിൾ. ഞങ്ങൾ 2-3 പേര് ബാംഗ്ലൂർ ആദ്യം പോയി, ജോലിയൊന്നും ഇല്ലാതെ. അവിടെ ജോലി തപ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ്. ഞങ്ങൾ ഓരോ ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഓരോരുത്തർക്ക് പയ്യെ ജോലി കിട്ടിയപ്പോ ഞങ്ങൾ ആദ്യം ചെയ്ത് ഞങ്ങളൊരു വീടെടുത്തു. വീടെടുത്തിട്ട് വി ഗേവ് an offer to everybody saying free food and accommodation, anybody want to come and search for jobs. അന്ന് ഇന്നത്തെ മാതിരി അത്ര ജോലിയൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിൽ 40 പിള്ളേർക്ക് കോളേജിൽ പഠിച്ചിറങ്ങുമ്പോൾ 2 പേർക്കാണ് ജോലി കിട്ടിയത്. അത്രയും ജോലികളില്ല അന്ന് വളരെ കുറവായിരുന്നു കേരളത്തിലൊക്കെ ജോലി. അങ്ങനെയാണ് ഞങ്ങൾ ആ ബാംഗ്ലൂർ പോയിട്ട് ഫസ്റ്റ് വീട് എടുക്കുന്നത്. പിന്നെ അങ്ങനെ എല്ലാ ആഴ്ചയും ഞങ്ങൾക്ക് 1, 2, 3 പേര് വെച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. അവര് ജോലി അപ്ലൈ ചെയ്ത് തുടങ്ങി. ഐ തിങ്ക് ഇൻ ലെസ് ദാൻ 2 months ഞങ്ങൾ സെക്കൻഡ് വീട് എടുത്തു. അപ്പൊ അവരെടുത്തു, 3ാമത്തെ വീടെടുത്തു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇൻ ലെസ് ദാൻ 6 months വി ഹാഡ് അബൌട്ട് 20 പീപ്പിൾ. എല്ലാവരും മോഡലിൽ നിന്ന് തന്നെ? എല്ലാവരും മോഡലില് ഞങ്ങളുടെ സെയിം ബാച്ചിലെ പിള്ളേര് all 3 were there. നമുക്ക് അന്ന് 3 ബ്രാഞ്ചസ് ഉണ്ടായിരുന്നുള്ളൂ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബയോമെഡിക്കൽ. 3 ബ്രാഞ്ചിലെയും പിള്ളേരുണ്ടായി. എന്നിട്ട് പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ജോലി കിട്ടി നല്ല ജോലി കിട്ടി ആൻഡ് ദേ ഡിഡ് റിയലി വെൽ ഇൻ ദെയർ കമ്പനീസ്. എന്നിട്ട് സബ്സിക്വന്റ് ഇയർ തൊട്ടിട്ടാണ് ഈ കമ്പനീസിനെല്ലാം നമ്മള് ഇങ്ങോട്ട് ക്യാമ്പസ് പ്ലേസ്മെന്റ്സിന് കൊണ്ടുവന്നത്. And in less than 2 to 3 years, MEC became a star in campus placements. And I think we are still continuing to be one of the star placement colleges in Kerala. ഇത്രയും ശരിക്കും നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാര് മുന്നേ ചെയ്ത കുറച്ച് കഷ്ടപ്പാടുകളായിരിക്കും പിന്നത്തെ വരുന്ന കുറച്ച് ജനറേഷൻസ് നമുക്ക് അതൊരു സഹായമായിട്ട് മാറുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇപ്പോ അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മുടെ ക്യാമ്പസിലേക്ക് കമ്പനീസ് എല്ലാ വർഷവും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ പോളി പഠിച്ചിറങ്ങിയിട്ട് പോളി കഴിഞ്ഞിറങ്ങി എത്രയോ പേര് എന്റെ കൂടെ പഠിച്ചവര് ഒരുപാട് ക്യാമ്പസിൽ നിന്ന് ഒരുപാട് ജോലി കിട്ടാൻ എന്തോരം ബുദ്ധിമുട്ടി നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. MECയിലേക്ക് വന്നപ്പോ ഒരു ക്യാമ്പസ് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഒരു ജോലി കിട്ടി എല്ലാവരും ഒരു ആ രീതിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് ശരിക്കും എപ്പോഴും തോന്നിയിട്ടുണ്ട്. Probably I can add 1 or 2 more snippet. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് മോണോട്ടോണസ് ആയി പോകും, ഞാൻ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. I agree that probably I am the oldest of the guys or the first batches, but ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് മോണോട്ടോണസ് ആയി പോകും. ഞങ്ങളുടെ കാലത്ത് വേറൊരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാറന്മാരെല്ലാം പ്രോബബ്ലി അവരെല്ലാം ജസ്റ്റ് കോഴ്സ് പഠിച്ച് കഴിഞ്ഞിട്ട് അവിടെ ലെക്ചേഴ്സ് ആയിട്ടും ഒക്കെ വന്നവരാണ്. അപ്പം മോറോലെസ് നമ്മുടെ ഏജിൽ ഉള്ള ഒരുപാട് പേരുണ്ടായി, ഒരു 2-3 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പൊ ഞങ്ങള് ഈ ടീച്ചേഴ്സുമായിട്ട് ക്രിക്കറ്റ് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വൈകുന്നേരം കളിച്ചുകൊണ്ടിരുന്നത്, ബാഡ്മിന്റൺ ഒരുമിച്ച് കളിക്കുമായിരുന്നു, രാത്രി സിനിമയ്ക്ക് സെക്കൻഡ് ഷോ ഞങ്ങൾ പോവായിരുന്നു. സാറന്മാർക്ക് പോകുന്നതിന് കുഴപ്പമില്ല, നമ്മളൊക്കെ ഹോസ്റ്റലും ഞങ്ങളുടെ ബാച്ചിലെ പിള്ളേരൊക്കെ ഹോസ്റ്റലിന്റെ മതിലെ അടിയും അങ്ങനെ ഇങ്ങനെയൊക്കെയാ നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് സാറന്മാരുടെ കൂടെയാണ് സെക്കൻഡ് ഷോയ്ക്കൊക്കെ. പിന്നെ വേറെ പല പരിപാടിയും ഉണ്ട്, അത് ഞാനിപ്പം അറിയുന്നില്ല. Probably we will share that later. ഹാരൂണൊക്കെ നമ്മുടെ ഈ കടവന്തറയിലെ ഹോസ്റ്റലിൽ താമസിച്ചിരുന്നവരാണോ?
ഞാൻ ആക്ച്വലി ഹോസ്റ്റലിൽ അല്ലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ എന്റെ ഒരു ആന്റിയുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കാക്കനാട് തന്നെ ആയിരുന്നു. പക്ഷേ എല്ലാ വീക്കെൻഡ്സും ഞാൻ ഹോസ്റ്റലിലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹോസ്റ്റലിലെ മെസ്സും അവിടെ നിന്നുള്ള വൈകുന്നേരം സിനിമ കാണലും, അപ്പം വീക്കെൻഡ്സ് ഒക്കെ മിക്കവാറും ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരിക്കും. ആ കടവന്തര ഹോസ്റ്റലിലാണ്. അതെ അതെ, നമ്മൾ ഉണ്ടായിരുന്ന ആ സമയം കടവന്തര ഹോസ്റ്റലിലാണ്. ഓക്കെ ഓക്കെ. അന്ന് നിങ്ങളെ ബാച്ചിൽ എത്ര പേരുണ്ടായിരുന്നു? 120. 120. Yeah, 40 each. 40. റൈറ്റ്. ഇനി നമ്മള് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ. ഇനിയും ഓർത്തെടുക്കാൻ പറ്റുന്ന ചെറിയ ഓർമ്മകള് ജോസേട്ടൻ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പണ്ട് ചെയ്ത എന്തെങ്കിലും കുസൃതിയോ അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുത്താൽ നമ്മളോട് പറയാൻ? നമ്മൾ ആ ഒരു ടീനേജ് കഴിഞ്ഞ് ഈ യൂത്ത് ബ്രിഗേഡ് ആകുന്ന പ്രായമാണല്ലോ. ഇങ്ങനെ ഈ വഴിയെ പോകുന്ന വള്ളിക്കെട്ടൊക്കെ വിളിച്ച് മടി കയറ്റി ഇരുത്തുന്ന കേസ് ഒരു പ്രായത്തില് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ചില സംഘർഷങ്ങൾ, ക്ലാസ്സിനകത്തും കോളേജിനകത്തും ഒക്കെ ഉണ്ടാകാവുന്ന ചില ആശയക്കുഴപ്പങ്ങൾ, പ്രത്യേകിച്ച് ഈ ആർട്സിന്റെ സ്പോർട്സിന്റെ ഒക്കെ സമയത്ത് ഹൗസ് തിരിച്ച് പോയിന്റുകൾ എണ്ണി തുടങ്ങുമ്പം ഉണ്ടാകുന്ന ഒരു വാശി. അപ്പൊ ഇപ്പോൾ എല്ലാ കാലത്തും അങ്ങനെയൊക്കെ തന്നെ. ഹൗസ് ഒന്നും തിരിക്കുന്നത് അങ്ങനെ റാൻഡം ആയിട്ടുള്ള ഒരു ഡിവിഷൻ അല്ലല്ലോ. ഹൗസുകൾ തിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അതങ്ങനെ പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിനകത്തെ ചെറിയ ഇലക്ഷൻ, ഈ പ്ലേസ്മെന്റ് കമ്മിറ്റിയിലെ ഇലക്ഷൻ ഒക്കെ എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പോൾ ഓർക്കുമ്പോൾ ചിരി വരുന്നുണ്ട്. പക്ഷെ അന്ന് അതൊക്കെ ബിഗ് ഡീൽ, ഇതൊക്കെ ഒരു ഈഗോയുടെ പ്രശ്നമൊക്കെ ആണല്ലോ. അപ്പൊ അന്നിങ്ങനെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് നിന്ന് മത്സരിച്ചവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലും ഒന്നും രണ്ടും പറഞ്ഞവരൊക്കെ ഇപ്പോഴും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം അതൊക്കെ നോക്കി ചിരിക്കാമെന്നല്ലാതെ ഞാനപ്പം എന്ന് വെച്ചാൽ അന്ന് ചെയ്തത് മണ്ടത്തരായെന്നൊന്നും ഞാൻ പറയില്ല. അന്നത്തെ പ്രായത്തിൽ അതൊക്കെയാണ് അത് ചെയ്യേണ്ട പ്രായത്തിൽ അത് ചെയ്തു. ഇപ്പൊ 40 വയസ്സത്തിൽ നിൽക്കുമ്പോൾ അതൊക്കെ മണ്ടത്തരമാണെന്ന് ഇപ്പൊ തോന്നാമെങ്കിലും ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ നമ്മുടെ, ഞാൻ പറഞ്ഞ എനിക്കിതൊന്നും ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ പ്രായത്തിന്റെ പ്രത്യേകതയാണ്. എന്റെ ആ ഒരു പ്രായത്തിൽ ഞാൻ ചെയ്തതായിരിക്കും ഹാറൂൺ നിക്കാടെ പ്രായത്തിൽ ഞാൻ അതങ്ങ് ഉപയോഗിക്കണം കേട്ടോ. നിങ്ങളുടെയൊക്കെ കാലം ഞാൻ നമ്മളിപ്പോ ജീവിക്കുന്ന ജനറേഷനിലെ കുറച്ച് പേരാണ്. അവരുടെ മെമ്മറീസും കൂടി നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്ത് വെക്കുമ്പോഴാണ് ആ ഒരു ബാലൻസ് എപ്പോഴും ഉണ്ടാകുന്നത്. എന്താണ് അഭിഷേകിന്റെ ഓർമ്മയിൽ ഉണ്ടാവുന്ന? ഹാറൂണിക്കൻ ജോസേട്ടൊക്കെ പറഞ്ഞു ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഭയങ്കര ഇൻവാലിഡേറ്റ് ആവുന്ന പോലെ. കാരണം എന്റെ ഇപ്പം അൻസിഫ് പറഞ്ഞപ്പോഴേക്കും എന്നെ മനസ്സിൽ വന്നൊരു മേജർ സീരിയസ് ആയിട്ട് ഇപ്പൊ അറിയുമ്പോ കോമഡി എന്ന് പറഞ്ഞാല്, ഞങ്ങൾക്ക് 3rd ഇയർ ആകുമ്പം എപ്പോഴും ഒരു IV എന്ന് പറഞ്ഞൊരു ട്രിപ്പ് പോകുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ അത് ഞങ്ങളൊരു 3rd ഇയർ ആകുമ്പോഴാണ്. അപ്പൊ എല്ലാ ക്ലാസ്സസും ബസ്സൊക്കെ അറേഞ്ച് ചെയ്ത് പടക്കം എല്ലാം പൊട്ടിച്ച് ഭയങ്കര ആരവത്തോടെയാണ് പോകുന്നത്. അപ്പം അന്ന് ഒരു ചടങ്ങ് എന്താന്ന് വെച്ചാല്, സീനിയേഴ്സ് വരും, ഞങ്ങളെ MH പരിപാടിയൊക്കെ സീനിയേഴ്സ് വരും. എന്നിട്ട് ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാല് താടി ഷേവ് ചെയ്യലാണ് അത് മെയിൻ പരിപാടി. അതായത് സീനിയേഴ്സ് കൂട്ടത്തോടെ വരും. അതായത് നമ്മൾ IVക്ക് പോകുമ്പോൾ മര്യാദയ്ക്ക് ഒരു വൃത്തിയുള്ള ഫോട്ടോ കാണല് എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇവര് താടി ഷേവ്. അതായത് നമ്മൾ എന്തോരം ഓടിയാലും പുറകെ വന്ന് ഇവര് പിടിച്ച് താടി ഷേവ് ചെയ്യും. ഞങ്ങളൊരു 3-4 പേരും കൂടെ തീരുമാനിച്ചു നടപടിയാവില്ല, ഇപ്രാവശ്യം IVക്ക് ഞങ്ങൾക്ക് താടി കണ്ടില്ല. അതായത് കഷ്ടപ്പെട്ട് 1-2 മാസം വളർത്തിയെടുക്കുന്ന താടിയായിരിക്കും. അതിന് ഞങ്ങള് എന്നിട്ട് കോളേജിൽ നിന്ന് കയറി ഞങ്ങള് ആലുവ മാറി അപ്പുറത്ത് ഓട്ടോയൊക്കെ പിടിച്ചാണ് കയറിപ്പോയത്. അതിന് സീനിയേഴ്സ് കുറെ ദൂരം വന്നു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ നിർത്തല്, കിട്ടോളാൻ പറഞ്ഞു. പിന്നെ IV കഴിഞ്ഞിട്ടാണ് ഇവര് വരുന്നത്. അതിന് IV വന്ന് കഴിഞ്ഞപ്പോഴും സീനിയേഴ്സ് ഞങ്ങളോട് ആരും മിണ്ടുന്നില്ല, ഭയങ്കര സീൻ. അതിന് ഞങ്ങളുടെ ബിസ്മി എന്ന് പറഞ്ഞൊരു കടയുണ്ട്, ബിസ്മിയിൽ പോയിട്ട് ഒരു പർട്ടിക്കുലർ സീനിയർ വന്നിട്ട് ഭയങ്കര ചൂടായി, നീയൊന്നും ഞങ്ങളുടെ ജൂനിയേഴ്സ് അല്ല, ബന്ധമില്ല. അത് ഞാൻ കരഞ്ഞു, അയ്യോ ഇനി എനിക്ക് സീനിയേഴ്സ് ഇല്ലേ, ബന്ധമില്ലേ. പക്ഷെ അത് കഴിഞ്ഞപ്പോഴേക്കും ദാറ്റ് ഓൾ ബിക്കേം ബ്ലെൻഡഡ്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോഴേക്കും അയ്യോ ഒരു താടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓടിയത്, ഇല്ലെങ്കിൽ അവനത് പറഞ്ഞപ്പോഴേക്കും കരഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും ദാറ്റ് ഫീൽസ് വെരി സിലി അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. അതായത് ഹാറൂണിക്ക പ്ലേസ്മെന്റ്സ് ജോലിയുടെ കാര്യം പറയുമ്പോഴും ജോസേട്ടൻ ഇങ്ങനെ ഇത് നമ്മുടെ പ്ലേസ്മെന്റ്സ് എല്ലാം ആചാരം, ഞാൻ ഈ താടി പോയി, മീശ പോയി എന്നൊക്കെ പറയുമ്പോഴേക്കുള്ള ഐ തിങ്ക് നൗ ദിസ് ബാലൻസസ് ഔട്ട് ജനറേഷൻ ബൈ ജനറേഷൻ വന്ന്. അഭിഷേക് ഏത് ഇയർ ആയിരുന്നു? ഞാൻ 2016-2020 കോവിഡ് ബാച്ച്. ഞങ്ങളുടെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡിഡ്ന്റ് ഹാവ് ടെലിഫോൺ,
മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല, ലാപ്ടോപ്സ് ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു ജനറേഷൻ ആയിരുന്നു ഞങ്ങളുടെ ജനറേഷൻ. അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു, കാരണം ഇപ്പൊ ഒരു 5 മിനിറ്റ് ഫോൺ നോക്കുക. അല്ല, എനിക്കൊന്ന് കോളേജിൽ പോലും ഒരു പരിധി വരെ എല്ലാരും ഫോണിൽ തന്നെ ആയിരുന്ന ഒരു ടൈം ആയിരുന്നു. Yes. Good to hear. അപ്പൊ എനിക്ക് ഞാൻ ഓൾഡ് ആയപ്പോഴും തോന്നുന്നു. നെഹന്റെ മെമ്മറീസ് ചോദിക്കാൻ മറന്നു. എന്താണ് എന്താ മെമ്മറീസ് പറഞ്ഞ, ആക്ച്വലി ഞാനിപ്പോ കുറെ ഉണ്ട്, പക്ഷെ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു രസമുള്ള കാര്യമാണ്. ഐ മീൻ, അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു തേർഡ് പേഴ്സൺ, ഒരു പുള്ളി, പേര് പറയുന്നില്ല, പുള്ളി ചിലപ്പോൾ കേൾക്കുമായിരിക്കുന്നത്. അപ്പൊ പുള്ളി എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ ഞാൻ നവജ്യോതി എന്ന് പറഞ്ഞ ഒരു ഹോസ്റ്റലായിരുന്നു. നമുക്ക് ഗേൾസ് ഹോസ്റ്റൽ ഇല്ലല്ലോ കോളേജിൽ. അപ്പൊ ഈ പുള്ളി എന്നെ രാത്രി വിളിച്ചു, അതായത് തലേ ദിവസം വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ എന്തോ ചേട്ടാ നവജ്യോതിയിലായിരുന്നു പറഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ എവിടെയാണ്. സുഖ കാര്യം. അതെപ്പോ തുടങ്ങിയതാണെന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെ. അപ്പൊ തന്നെ പുള്ളിക്കാരൻ ചോദിച്ചു, അവിടെ സെക്യൂരിറ്റി വല്ലതും ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊരു സംശയം, വരുമോ ഇനി രാത്രി മതിൽ ചാടിയൊക്കെ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ഒന്നും മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. 12 മണിയായപ്പോഴത്തേന് ഞങ്ങൾ നമ്മുടെ സ്റ്റഡി ഹാളിന്റെ വിൻഡോന്ന് നമുക്ക് താഴെ കാണാം നമ്മള് എന്താ പറയുക, ഫ്രണ്ടിൽ മെറ്റലൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നവജ്യോതി വന്നിട്ടുണ്ടോന്ന് അറിയില്ല അവിടെ. എന്നിട്ട് അവിടെ തന്നെയാണ് നമ്മുടെ സിസ്റ്റേഴ്സിന് ചാപ്പൽ ഉള്ളത്. അപ്പൊ സിസ്റ്റേഴ്സ് അവിടെ 12 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ എന്റെ ജൂനിയർ എന്നെ വിളിച്ചിട്ട്, ഞാൻ ചേച്ചി NMT നോക്കിയ താഴെ ഒരാൾ വന്നിട്ടുണ്ട്. ഞാൻ നോക്കും, നമ്മുടെ ഈ സെമിസ്റ്റർ എക്സാമിന്റെ പേപ്പർ നമുക്ക് കിട്ടത്തില്ലേ കറക്റ്റ് ചെയ്തിട്ട്, ആ പേപ്പർ വെച്ച ഒരാൾ അവിടെ HBD NMT എഴുതിയിട്ടുണ്ട്. ഞാൻ തല കഴിഞ്ഞ് വീണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ സമയത്ത് ഏതെങ്കിലും ഒരു സിസ്റ്റർ പുറത്ത് വന്നാ തീർന്നു കഴിഞ്ഞു. വീട്ടിലോട്ട് ഫോൺ പോകും, അവന്റെ വീട്ടിലോട്ട് ഫോൺ പോകും, കോളേജിൽ പുറത്തു പോകും, എന്താണെന്ന് അറിയത്തില്ല. അന്ന് അടിച്ച് ടെൻഷൻ. അത് ആക്ച്വലി സന്തോഷിക്കുന്ന കാര്യമായിരുന്നു, പക്ഷെ ഞാൻ ടെൻഷൻ വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ അത് ഓർക്കുമ്പോഴേ ഓ, ഇതൊക്കെ ഒരു സിനിമയിൽ ഇടാൻ പറ്റിയ ഒരു സംഭവം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ ഓർക്കുന്നത് ഇപ്പം. അല്ല, NMT പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ പറഞ്ഞല്ലോ, ഒരു MEC കാരനെ കെട്ടിയില്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ ഞാൻ ഹാപ്പി പാരന്റാണ്. എന്റെ കെട്ടിയോ ചിലപ്പോൾ പോഡ്കാസ്റ്റ് കേൾക്കും, അപ്പൊ ഞാൻ സൂക്ഷിച്ചു പറയും. അങ്ങനെ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു MEC കാരനെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതെ, എന്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു MEC കിട്ടണം. അപ്പൊ എനിക്കും പറയാറുണ്ടല്ലോ ഒരു MEC കപ്പളം. അങ്ങനെ ഏറ്റവും കൂടുതൽ മെമ്മറീസ് നമ്മുടെ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു അവസാന കുറച്ച് കാലഘട്ടത്തിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴായിരിക്കും നമുക്ക് കോളേജുമായിട്ടുള്ള ആ ബന്ധവും ആ ഒരു നമ്മുടെ കൂടെ പഠിക്കുന്നവരുമായിട്ടുള്ള ഒരു ബന്ധം ഭയങ്കര ഒരു ശക്തിയിൽ നിൽക്കുന്ന ആ ഒരു സമയമായിരിക്കും. അപ്പോ നിങ്ങളെ ക്ലാസ്സും അപ്പോ നിങ്ങളെ കൂടെ പഠിച്ചവരുമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരിക്കും? മേ ബി നമുക്ക് അഭിഷേകിന്റെ അടുത്ത് തന്നെ തുടങ്ങാം. എങ്ങനെയായിരിക്കും നിങ്ങളൊരു ആ ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്? അത് അല്ല, ചോദ്യം ഫൈനൽ ഇയർ എങ്ങനെയായിരുന്നു എന്നായിരുന്നു, അത് ബന്ധം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്? അതെ, നമ്മള് ഇപ്പൊ പഠിച്ചിറങ്ങിയ ശേഷവും നിങ്ങള് ഇപ്പൊ ഉള്ള കൂട്ടുകാര്, പണ്ടത്തെ കൂട്ടുകാരുമായിട്ട് ഇപ്പൊ ഉള്ള ഒരു ബന്ധം എങ്ങനെയാ? ഓക്കെ, ആദ്യം ഞാൻ ഫൈനൽ ഇയറിന്റെ കാര്യം പറയാം. ഞങ്ങള് കോവിഡ് ബാച്ച് ആയിരുന്നു. ഞങ്ങൾ ഈ അവസാനത്തെ 4 മാസം അടിച്ചു പൊളിക്കണം എന്ന് വെച്ച്, അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മാർച്ച് ഒരു 15-12 ആയപ്പോഴേക്കും കോവിഡ് പയ്യെ ഓരോ സ്ഥലങ്ങളിൽ വന്ന് തുടങ്ങി. അപ്പൊ ഞങ്ങളെ കോവിഡ് ഒക്കെ അത് സാധാ പനി വന്ന് പോവെന്നുള്ള രീതിയിൽ ഞങ്ങൾ കൂടുതൽ അങ്ങനെ വായിക്കാൻ പോയി. അപ്പം ഒരു പോയിന്റ് ആയപ്പോഴേക്കും ഗവൺമെന്റ് ഇതിറക്കി എല്ലാരും വീട്ടിൽ പൊക്കോന്നുള്ള ഇതിൽ. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സ് സീനില്ല, 2 വീക്സ് നമുക്ക് ഫുൾ ഒരു ബോഡി മൈൻഡും ഒക്കെ ഇതായിട്ട് April 1 വരുന്നു, പരിപാടി അടിപൊളിയാക്കുന്നു എന്ന് പറഞ്ഞ് പോയതാ. പിന്നെ ഞങ്ങള് കണ്ടിട്ടില്ല. പിന്നെ ക്ലാസ്സും ഇല്ല, ഒന്നുമില്ല. പിന്നെ അതിനിടയ്ക്ക് മാത്രം എന്തോ ഭാഗ്യത്തിന് KTU, എനിക്കൊന്നു NMTയുടെ ബാച്ച് വരെയായിരുന്നു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത്. ഞങ്ങളായപ്പോഴേക്കും കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് മാറിയായിരുന്നു. അപ്പം KTU എന്ന് പറഞ്ഞു ഓൺലൈൻ പരീക്ഷയെല്ലാം ഓഫ്ലൈൻ ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങള് ഓൾമോസ്റ്റ് മാർച്ച് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് മിഡിന് ഒരു 10 ദിവസത്തെ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട്
പിന്നെ ഞങ്ങൾ അറിയുന്നത് കോവിഡ് സ്പ്രെഡ് ഫുൾ, അതായത് എൻറ്റയർ സിറ്റി, കൺട്രി, വേൾഡ് ഫുൾ ലോക്ക്ഡൌൺ സീൻസ് പിന്നെ ഒരു മെയ് ആകുമ്പോഴാണ് പിന്നെ കാണുന്നത്. സോ ആരും, അതായത് ബാക്കി ഈ 3 പേർക്കും ഏറ്റവും കൂടുതൽ പറയാനുള്ള ഫൈനൽ ആ ഒരു ഇയറിൽ ഞങ്ങളുടെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് പോലെയായിരുന്നു. ദ ലാസ്റ്റ് തിങ് ഞങ്ങളുടെ ആർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് കഴിഞ്ഞ് ഇപ്പോഴും അതായത് അന്നും കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആയിട്ട് ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ടിൽ, കാരണം ഞാനിപ്പോ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇപ്പോഴും താമസിക്കുന്ന ഫ്രണ്ട്സും ഒക്കെ ആ ഒരു എറണാകുളം ബേസ് ടച്ചിലായതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടും, ഇടയ്ക്കിടെ കൂടും. പിന്നെ ബാംഗ്ലൂരും കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോ അങ്ങനെ ബാംഗ്ലൂരും ബേസിക്കലി ഫോൺ കോൾസും അങ്ങനത്തെ പഴയ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അയക്കലാണ് മെയിൻ ആയിട്ടുള്ള പരിപാടീസ് ഒക്കെ. അപ്പോ അങ്ങനെ. പക്ഷെ കോവിഡ്, അതായത് ഞങ്ങള് ഇത് എല്ലാ അവസാനത്തെ 3 മാസം ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി വെച്ചത് ഏറ്റവും വലിയ അബദ്ധമായി പോയെന്ന് മനസ്സിലായത് ആ ഒരു കോവിഡ് സമയത്തായിരുന്നു. സോ ദാറ്റ് ഈസ് മൈ 2 cents on what happened. ശരിക്കും ഞാനും അതിൽ പെട്ട ഒരാളാണ്. ഞങ്ങളും 21, ഞാൻ 21 പാസ് ഔട്ട് ആയി. 2 വർഷം ഞങ്ങൾ കോളേജിൽ പറഞ്ഞ എല്ലാം ഫുള്ളി ഓൺലൈൻ. ഞങ്ങൾ വീട്ടിലിരിക്കുന്നു, കുറെ അസൈൻമെന്റ്സ് എഴുതുന്നു. അതൊക്കെയായിരുന്നു ഒരു 2 വർഷത്തെ പരിപാടികൾ. അങ്ങനെയുള്ള ഒരു ബാച്ച് ആയിരുന്നു ശരിക്കും. അതാണ് ശരിക്കും ഒരു കാലഘട്ടത്തിന്റെ ഡിഫറൻസ് എന്നൊക്കെ പറയാം. ബിഫോർ കോവിഡ്, ആഫ്റ്റർ കോവിഡ്, അങ്ങനെയുള്ള ഒരു കാര്യം. ഇനി നമുക്ക് ജോസേട്ടന്റെ അടുത്ത് വരികയാണെങ്കിൽ എന്തായിരിക്കും ലാസ്റ്റ് ഇയറിലെ മെമ്മറീസ്? അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ബാച്ചുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒക്കെ എങ്ങനെ പോകും? ഫൈനൽ ഇയർ ഒരു മിക്സഡ് ബാഗ് ആണ്. 3 കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന്, എന്റെ ഈ കമ്പനി സെറ്റിൽ പകുതിയിലധികവും സീനിയർ ബാച്ചിലായിരുന്നു, എന്റെ ഇമ്മീഡിയറ്റ് സീനിയർ ബാച്ച്. അപ്പൊ അവരങ്ങ് പാസ് ഔട്ട് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അതുണ്ടാക്കിയ ഒരു വാക്കുമുണ്ട്. പിന്നെ ഫൈനൽ ഇയർ എത്തുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ കുറച്ച് പേർക്ക് ഓൾറെഡി പ്ലേസ്മെന്റ് ആയി. എനിക്ക് 6 മുമ്പ് ജോലി കിട്ടി. കുറെ പേർക്ക് കിട്ടി, കുറെ പേർക്ക് കിട്ടിയിട്ടില്ല. അവർ പലതവണ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല. പിന്നെ ഈ ലാഗായ സപ്ലികൾ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നവർക്ക് അതൊരു സീരിയസ് ആയിട്ട് ഒരു വിഷയമായിട്ട് തോന്നുന്ന സമയമാണ്. അപ്പൊ എനിക്ക് തോന്നുന്ന ഞങ്ങൾ ഇതുപോലെ ഇപ്പൊ അഭിഷേക് പറഞ്ഞതുപോലെ ഫൈനൽ ഇയറിൽ പല പല പരിപാടികൾ പ്ലാൻ ചെയ്തെങ്കിലും അത് പലപ്പോഴും മാറ്റി വെക്കേണ്ടി വന്നു. കാരണം അന്നേരം പെട്ടെന്ന് ഏതെങ്കിലും 2 കമ്പനി വരുന്നുണ്ടെന്ന് അറിയുന്നു, അല്ലെങ്കിൽ ഒരു സപ്ലൈ സീസൺ വരുന്നു എന്നൊക്കെ. അപ്പം പക്ഷെ എന്നാലും ഒരു മാർച്ച് ഫെബ്രുവരിയോടുകൂടി കാര്യങ്ങളൊക്കെ കയറി നീക്കുകയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അതിവിപുലമായ ഒരു പരിപാടിയൊന്നും നടത്തിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 2-3 ദിവസത്തെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ആണ് പാസ്സായത്. പിന്നെ ഇപ്പം കോൺവക്കേഷൻ ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നെന്തായാലും അങ്ങനെയൊന്നും ഇല്ല. നമ്മള് പരീക്ഷ എഴുതിയിട്ട് പിന്നെ ഹോസ്റ്റലിൽ പിരിഞ്ഞ് വീട്ടിൽ പോയാൽ മതി, പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വീട്ടിലേക്ക് വരുവാണല്ലോ. അപ്പൊ അങ്ങനെ മാറ്റമില്ല, കോൺവക്കേഷൻ ഒരു ഫൈനൽ ബ്ലാസ്റ്റ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഒരു ഫെയർവെൽ ഡിന്നർ ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു. അബാദിൽ എവിടെയോ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരുമാതിരി എല്ലാവരും ഒക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. സ്വാഭാവികമായിട്ടും പാസ്സായിട്ട് 14 വർഷമായല്ലോ. എന്നാലും ഉള്ള ഒത്തിരി പേരുണ്ട്. ഒരു 10 പേരോടെങ്കിലും സ്ഥിരമായിട്ട് സംസാരിക്കുന്നുണ്ട്. നമ്മളൊരു 4 കൊല്ലം ഒരുമിച്ച് നടന്നവരാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു ബോണ്ടേജ് അത്രയും കൂടെ സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ അമേരിക്ക നിൽക്കുന്ന നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്ന 3 പേരും മോഡലുകാരാണ്. അവരെ വിളിച്ചാണ് ഞാൻ എന്റെ കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു ലെവലിലുള്ള ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞാല് ഇപ്പം മിൽവാക്കി നിൽക്കുമ്പോഴും ഒരാളെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ചോദിച്ചു പറഞ്ഞ് വരുമ്പം അയാൾ മോഡലിൽ പഠിച്ചതാണെന്ന് പറയുമ്പോൾ തോന്നുന്ന ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതിപ്പം ഇവിടെയുള്ള ഞങ്ങളുടെ മറ്റു മലയാളികൾ നമ്മളെ പലപ്പോഴും കളിയാക്കാറുണ്ട്, അതിന് നിങ്ങൾക്ക് മാത്രം ഇത്ര പ്രത്യേകത ഞങ്ങളുടെ പഠിച്ചു ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. അത് ആ ഒരു കണക്ഷൻ. നമ്മള് ഒരു മലയാളി പോലും ഇല്ലാത്ത കാര്യത്തിൽ വെച്ചൊരു മലയാളിയെ കാണുമ്പോഴത്തെ സ്നേഹം തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് മോഡലിൽ പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ഹാറൂണും ഞാനും ഒക്കെ പറഞ്ഞതുപോലെ കപ്പിളുകളായിട്ടുള്ള ഒരുപാട്, അപ്പൊ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് ആണ്. ഹാറൂൺ എന്റെ ഭാര്യയും മുള്ളേരിയാണ്, ഒരുമിച്ച് പഠിച്ചവരാണ്. അപ്പോ ആ ഒരു ഞാൻ നേരത്തെ ഇവരോട് പറയായിരുന്നു, അങ്ങനത്തെ മോഡൽ കപ്പിൾസ് തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ 3-4 ഞങ്ങളുടെ സിറ്റിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നത്. കാരണം അപ്പം അവരുടെ എനിക്ക് പരിചയമുള്ള കുറച്ച് പേര് എന്റെ ചുറ്റിലുണ്ട്, അവർക്ക് പരിചയമുള്ള മറ്റു മോഡലുകാരുണ്ട്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം ഹാറൂൺ അറിയില്ല, 98 പാസ്സായ അനസ് കബീർ എന്ന് പറഞ്ഞ എറണാകുളത്തുള്ള ഒരു റൗണ്ടപ്പണറാണ്. അപ്പൊ അങ്ങനെ അവരുടെ ഒരു പർട്ടിക്കുലർ സമയത്ത് ഞാൻ കുറെ സമയം അവരുമായിട്ട് ഇതുപോലെ കുറെ മീറ്റിങ്ങുകൾ ഇങ്ങനെ ചുമ്മാ വിശേഷം പറയാൻ വേണ്ടി തന്നെ ഇരുന്ന് അവരുടെ കുറെ കഥകൾ കേട്ടു. അതൊക്കെയാണ് ഒരു രസം അല്ലേ?
ഒപ്പം കൂടി ഇരുന്നിട്ട് കുറെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതെ, ചുമ്മാ അതെ. പറഞ്ഞിരുന്ന് കുറെ നേരം കളയാ. അങ്ങനെ ഇതുപോലെ ഏതോ ഒരു എക്സിബിസിയുടെ ഒരു കട്ടൻ റൈസർ ഇവന്റ് ആയിട്ട് നമ്മളൊരു MEC മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് നടത്തിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് പേര് വന്ന് അവരുടെ സമയത്തെ കഥകൾ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിട്ട് എപ്പോഴും ആ പേജ് ഇപ്പോഴും ഉണ്ടാവും. MEC മെമ്മറീസ് നോക്കിയാൽ മതി. അതിലിങ്ങനെ ഒരുപാട് സ്റ്റാർട്ടിങ് ഫ്രം 92 ടു 2014 കുറെ രസകരമായ അനുഭവങ്ങൾ നമ്മളിങ്ങനെ പല പല കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഞങ്ങൾ ഈ കടവന്തറയിലെ ഹോസ്റ്റലിനെ പറ്റിയും അവിടെ നടന്നിരുന്ന വിക്രസുകളെ പറ്റിയൊക്കെ മനസ്സിലാക്കിയത്. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അപ്പോ MECക്കാര് കേൾക്കുന്നവരെന്തായാലും MEC മെമ്മറീസ് എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറെ കാലഘട്ടത്തിന്റെ ഡിഫറൻസ് ചിലപ്പോ നമുക്ക് ആ പേജ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇനി നമുക്ക് നേഹെന്നുള്ള കുറച്ച് മെമ്മറീസ് കേട്ടിട്ട് ആരോനിക്കന്റെ അടുത്തേക്ക് വരാം. നേഹ എന്തൊക്കെയാണ്? ഓക്കെ, നമ്മളെ ഫോർത്ത് ഇയർ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലേസ്മെന്റ് ആണല്ലോ നമ്മുടെ മെയിൻ. പ്ലേസ് കിട്ടിയ സ്വാഭാവികമായിട്ടും അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ CEO ടൈപ്പ് അല്ല, ഞാനൊരു ബാക്ക് ബെഞ്ചർ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫസ്റ്റ് പ്ലേസ്മെന്റ് തന്നെ ജോലി കിട്ടി. എനിക്കും രമ്യ എന്ന് പറഞ്ഞ കൊച്ചിന്. എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു എന്നോട്. ഞാൻ ഇന്റർവ്യൂവിന് ഇറങ്ങിയപ്പോൾ ആൾക്കാരെ ചോദിച്ചത് നീ ഇന്റർവ്യൂവിൽ കോപ്പി അടിച്ചോ, ആ ഒരു ലെവലിലാണ് ഞാൻ നിന്നത്. അങ്ങനെ പ്ലേസ്മെന്റ് ആയപ്പോഴത്തേന് എനിക്കും ആശ്വാസമായി, എന്റെ പേരൻസിന് ആശ്വാസമായി. അപ്പൊ പിന്നെ എന്തും ചെയ്യാലോ, നമുക്ക് ഫൈനൽ ഇയർ സെക്യൂർ ആയാലോ. അങ്ങനെ ഒരു നല്ലൊരു ടൈം ആയിരുന്നു. അപ്പൊ നമ്മൾ ആർട്സിന് അടിച്ചു പൊളിക്കും, എക്സൽ അടിച്ചു പൊളിക്കും. ഞാൻ ഓർത്തുകൊണ്ടിരുന്നപ്പം ഓണം സെലിബ്രേഷൻ, ഞങ്ങള് ഓണം സെലിബ്രേഷൻ വർഷം വന്നപ്പോഴത്തേന് ചില പ്രശ്നങ്ങളാണ് ആ ഓണം സെലിബ്രേഷൻ ക്യാൻസൽ ആയിപ്പോയി. എനിക്ക് ഓർമ്മ, ഞാൻ ഇപ്പോഴും എന്റെ സാരിയൊക്കെ റെഡിയാക്കി ബ്ലൗസ് ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് നമ്മളോട് വിളിച്ച് പറയുന്നത് നാളെ സെലിബ്രേഷൻ ക്യാൻസൽ ആയി. ഭയങ്കര വിഷമായി പോയി. നമ്മൾ ഈ ഫൈനലിയർസ് ആയിട്ട് ചെത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമുണ്ടോ നമ്മുടെ ഓണം സെലിബ്രേഷൻ. അങ്ങനെയാണ് അതിന്റെ പകരമായിട്ട് ഇപ്പം ഫെയർവെൽ ഞങ്ങളുടെ ബാച്ചിലാണ് തുടങ്ങിയത്. ഓണം സെലിബ്രേഷൻ ഉണ്ടായില്ലല്ലോ, അപ്പൊ അതിന് പകരം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഫെയർവെൽ. അതൊരു നല്ലായിരുന്നു. അതേപോലെ ആർട്സ് ആയപ്പം അസിസ്റ്റന്റ് ക്യാപ്റ്റൻ ആയിരുന്നു ഹൗസിലെ. അപ്പൊ അതിന്റെ ഓട്ടം ചാട്ടം അതെങ്ങനെ തീർന്നു, എങ്ങനെയായി എന്നും ഇപ്പൊ നോക്കുമ്പോ ഷടപടയെന്നെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഫൈനൽ ഇയർ വളരെ നല്ലൊരു ഇതായിരുന്നു. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ ഞങ്ങളെ ഹോസ്റ്റലിൽ വന്നപ്പം അന്നത്തെ ഫോർത്ത് ഇയേഴ്സ് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങള് കോളേജ് ഇനി ഓർക്കാൻ പോകുന്നത് ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് ഇയറും ഫോർത്ത് ഇയർ മാത്രമാണ്. സെക്കൻഡ് തേർഡ് ഇയർ ഒക്കെ ഇങ്ങനെ പോകും. അപ്പൊ നിങ്ങൾ മെമ്മറീസ് എത്ര ഉണ്ടാക്കാൻ പറ്റുന്നു ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിലും ഉണ്ടാക്കിക്കും. ഇത് ശരിയാണ്. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഞാൻ എന്താ ചെയ്തത് പോലും എനിക്കറിയത്തില്ല. ഫസ്റ്റ് ഇയർ ആ ഒരു സീനിയേഴ്സ് ആയിട്ടുള്ളൊരു പരിചയപ്പെടുത്തലും ഫൈനൽ ഇയർ നമ്മുടെ ഒരു സംഭവങ്ങളും അത് തന്നെയാണ് ഇപ്പം എപ്പോഴും മെമ്മറീസ് ആയിട്ടുള്ളത്. പിന്നെ കണക്ഷൻ ഞങ്ങൾക്കൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ, ഞങ്ങൾ ബാംഗ്ലൂർ വന്നപ്പോഴത്തേന് കുറെ പേര് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ECB ആയിരുന്നു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ തന്നെ കുറെ പേര് ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ വി യൂസ് ടു ഡു വൺ തിങ്, ആരുടെ ബർത്ത്ഡേ ആയാലും എവിടെയായാലും ബാംഗ്ലൂർ എവിടെയായാലും 12 മണിക്ക് ഞങ്ങൾ എല്ലാവരും കേക്ക് ആയിട്ട് അവിടെ ചെല്ലും. എവിടെയായാലും ആണുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും എല്ലാവരും ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ അവിടെ ചെല്ലും. അങ്ങനെ തന്നെ ഒരു 3-4 ഇയേഴ്സ് ബിഫോർ കോവിഡ് വരെ ഞങ്ങൾ എപ്പോഴും വൺസ് ഇൻ എ മന്ത് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കൂടുമായിരുന്നു. അപ്പൊ അതൊരു നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു. ഇപ്പം പിന്നെ കുറെ പേർ കല്യാണം കഴിഞ്ഞാൽ പല ബിസി ഇതായി. എന്നാലും ഇൻ ടച്ച് നമുക്കറിയാം. എന്തെങ്കിലും ആവശ്യം വന്നാൽ വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ലെങ്കിലും ഒരു മെസ്സേജ് ചെയ്താൽ തിരിച്ചു വിളിക്കാവുന്ന ആൾക്കാരുള്ളൂ നമുക്ക്. ആ ഒരു ഇതാണ് MEC കിട്ടിയിട്ടുള്ളത്. അടിപൊളി. ഓക്കെ. ഇനി കേൾക്കാം നമുക്ക്. ഹരൻക, എന്താണ് നമ്മള് പാസ് ഔട്ട് ചെയ്ത് ആ ലാസ്റ്റ് ഇയറും പിന്നെ നമ്മുടെ ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി ബാക്കിയുള്ള ആ ബന്ധം ഇപ്പൊ എങ്ങനെ കീപ്പ് ചെയ്യുന്നു ഇത്രയും കണക്ഷൻസ് ഒക്കെ? എനിക്ക് തോന്നുന്നു ഐ ഹാവ് എ ഡിഫറെന്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്റെ ഫസ്റ്റ് ഇയർ നന്നായിട്ട് ഓർമ്മയുണ്ട്, സെക്കൻഡ് ഇയർ ഓർമ്മയുണ്ട്, തേർഡ് ഇയർ ഓർമ്മയുണ്ട്, ഫോർത്ത് ഇയർ ഓർമ്മയുണ്ട്. അത്രയധികം പരിപാടികൾ ഞങ്ങൾ ആ കോളേജിലും ക്യാമ്പസിലും കാണിച്ചിട്ടുണ്ട്. പിന്നെ കണക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്ലാസ്സിലെ വി ഹാഡ് അബൌട്ട് 40 മെമ്പേഴ്സ്. ഔട്ട് ഓഫ് 40, 2 of our friends are no more. നമ്മള് 38 പേരാണ് അതിലുള്ളത്. അതില് 32 പേരും ഇപ്പോഴും നമ്മൾ കണക്റ്റഡ് ആണ് ത്രൂ അവർ ഗ്രൂപ്പ്. ഞാനിപ്പോ എറണാകുളത്ത് വന്നതിന് ശേഷം ഞങ്ങളുടെ ഏകദേശം ഒരു 10-20 പേര് ഞങ്ങളുടെ ക്ലാസ്സിലെ US-ലാണ്. എനിക്ക് തോന്നുന്നു ഒരു 10 പേരോളം ബാംഗ്ലൂരുണ്ട്, ഒരു 5-6 പേര് കേരളത്തിലുണ്ട്. അപ്പൊ ഞങ്ങള് ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ US ഒക്കെ ആര് വന്നാലും ഞങ്ങൾ അന്ന് ഗെറ്റ് ടുഗദർ വെക്കും എറണാകുളത്ത് വെച്ചിട്ട്. അപ്പം അവൈലബിൾ GT എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് നമ്മുടെ 5-6 പേരുള്ളതിൽ ആരെങ്കിലും ഒക്കെ 3-4 പേര് വരും, ബാംഗ്ലൂരിൽ നിന്ന് പറ്റുന്നവര് വരും. അപ്പൊ എങ്ങനെയാണെങ്കിലും ഒരു 8-10 പേര് നമ്മുടെ ഓരോ ഇവന്റിനും ഉണ്ടാവും. ഐ മേക്ക് ഷുവർ വേറെവർ ഐ ട്രാവൽ. ഞാൻ ലാസ്റ്റ് വീക്ക് ഞാൻ ദുബായിലുണ്ടായി. ദുബായിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു ദിവസം അടിച്ചു പൊളിച്ചു. അതിന്റെ മുമ്പിലത്തെ വീക്ക് ഞാൻ ബാംഗ്ലൂർ ഉണ്ടായി. ബാംഗ്ലൂർ ഞങ്ങളുടെ ബാച്ചും ഞങ്ങളുടെ സീനിയർ ബാച്ചും വിച്ച് ഇസ് ദ ഫസ്റ്റ് ബാച്ച് ഓൾമോസ്റ്റ് 10-12 പേരുണ്ടായി. വി സ്പെൻഡ്
4-5 hours ടുഗദർ. പിന്നെ എനിക്ക് അതിന്റെ മുമ്പിലത്തെ ആഴ്ച ഞങ്ങൾ 2 ഫ്രണ്ട്സ് US നിന്ന് വന്നിട്ടുണ്ടായി. അപ്പം അവരുടെ ഗെറ്റ് ടുഗദർ. അപ്പം എനിക്കൊരു മിനി ഗെറ്റ് ടുഗദർ ഞങ്ങൾക്ക് മാസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം ഉണ്ടാവും. ആൻഡ് ദ ഗുഡ് പാർട്ട്, ഞങ്ങള് ഒരുപാട് ക്ലോസ്ലി നിറ്റ് ഒരു ഫാമിലി ആയിരുന്നു. അപ്പം ഇപ്പോഴും കാണുമ്പോൾ ലാഗ് ഇല്ലാതെ തുടങ്ങുന്നത്. ദാറ്റ്സ് ദ ബിഗസ്റ്റ് അഡ്വാൻറ്റേജ് ആൻഡ് ദാറ്റ് ഈസ് ദി ബിഗസ്റ്റ് ഗേജ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ല. തുടങ്ങുമ്പോൾ തന്നെ പോടാ മറ്റേതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മുടെ മീറ്റ്സ് തുടങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദി എക്സ്പീരിയൻസ് ഇൻ കോളേജ് വെയർ വെരി ബ്യൂട്ടിഫുൾ. നല്ല ഇപ്പോഴും മെമ്മറിയിൽ വളരെ ഇതായിട്ട് ക്യാരി ചെയ്യുന്നതാണ്. ഓൺലി 2 സാഡ് ഇൻസിഡൻസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ബാച്ചിലെ 2 ഫ്രണ്ട്സ് ഞങ്ങളുടെ കോഴ്സ് സമയത്തിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടു പോയായിരുന്നു. ഒരാള് ആക്സിഡന്റ് ആയിട്ടും ഒരാൾ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡന്റ് ആയിട്ടും മരിച്ചു പോയായിരുന്നു. അത് ദാറ്റ് വി സ്റ്റിൽ ക്യാരി ഇറ്റ് ഇൻ അവർ മെമ്മറീസ് ഈവൻ ടുഡേ. അത് 2 നമുക്ക് മറക്കാത്ത 2 ഇൻസിഡൻസ്. അതാണ് ബാഡ് ആയിട്ടുള്ളത്. ബാഡ് ഓർ നമ്മുടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ്. അതർവൈസ് മോസ്റ്റ് ഓഫ് ദ മെമ്മറീസ് ആർ ഗുഡ്. ഞാനിപ്പോ ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ ബാച്ചില് ഞങ്ങളെല്ലാം കുറെ എന്താ പറയുന്ന ഒരു ഖടാഖടിയന്മാരായിരുന്നു ഞങ്ങളുടെ ബാച്ചില്. അപ്പൊ ഞാനൊരു 6 ഫൂട്ടർ ആയിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഏകദേശം ഒരു 6-7 പേര് 6 ഫൂട്ടേഴ്സ് ആയിരുന്നു. അപ്പൊ 3rd ഇയർ ഒക്കെ അപ്പൊ ഞങ്ങൾ അന്ന് ഇത് അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഇപ്പം കോളേജിൽ വരുമ്പം ജേക്കബ് തോമസ് സാറും ബാക്കി സ്റ്റാഫൊക്കെ പറയുമ്പോഴാണ് നമ്മൾ അറിഞ്ഞിരുന്നത് ഈ ടീച്ചേഴ്സ് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് നമ്മുടെ ബാച്ചാണ്. അപ്പം പുതിയ ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് ഈ 94 പോകുമ്പോ ബാക്കി ടീച്ചേഴ്സ് തന്നെ പറഞ്ഞിട്ടാ വിടുന്നത്, ചെല്ല് പോയി മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ടാണ് ടീച്ചേഴ്സ്. അപ്പൊ ടീച്ചേഴ്സ് തന്നെ പറയും ഞങ്ങൾ പേടിച്ചാ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിരുന്നത്. ബട്ട് ഇറ്റ് യൂസ് ടു ബി സോ മച്ച് ഫൺ. പിന്നെ നമ്മുടെ കുറെ നല്ലൊരു മിക്സ് ആയതുകൊണ്ട് വി യൂസ് ടു ബി വെരി ഓപ്പൺ. അപ്പൊ ഞങ്ങളുടെ പല സാറന്മാരും ഓബിയസ്ലി ടീച്ചേഴ്സ് പലരും പല സ്റ്റൈലിലുള്ള പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ആക്ച്വലി വി വെയർ വൺ ബാച്ച് ഹു യൂസ് ടു ടെൽ ടീച്ചേഴ്സ്. അപ്പൊ നമുക്ക് അത്ര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ ഒരു ഫ്ലോയിൽ വരാത്ത ടീച്ചേഴ്സിന്റെ അടുത്ത് ഞങ്ങൾ ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ട്, സാർ ക്ലാസ് എടുക്കണ്ട, അസൈൻമെന്റ്സ് തന്നാൽ മതി, ഞങ്ങൾ എഴുതി തരാം. ആൻഡ് ഒന്നിലും ലെറ്റ് us go like that. സാറ് ക്ലാസ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങൾ സംശയം ചോദിക്കും, പിന്നെ സാറിന് അത് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടിട്ട് യു ചൂസ് എന്ന് പറഞ്ഞിട്ട് കുറെ സാറുമാര് ഞങ്ങൾക്ക് ആക്ച്വലി ഫുൾ ഓഫ് തന്നിട്ടുണ്ട്. സെയിങ് ഫസ്റ്റ് മോഡ്യൂൾ ഓക്കെ ഇത് സെമിനാർ ആയിരിക്കും, സെക്കൻഡ് മോഡ്യൂൾ അസൈൻമെന്റ് ആയിരിക്കും, തേർഡ് മോഡ്യൂൾ ഇങ്ങനെ ആയിരിക്കും, ഫോർത്ത് മോഡ്യൂൾ. അപ്പൊ കുറെ പേര് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത്, ബട്ട് വി വെർ അപ് ഫ്രണ്ട്. പക്ഷെ നമ്മുടെ അന്നത്തെ മിക്ക സാറന്മാരും സിൻസ് ദ ഏജ് ഡിഫറൻസ് വാസ് നോട്ട് വെരി ഹൈ, ഒരു 2 വർഷം 3 വർഷം ഒക്കെ ഏജ് ഡിഫറൻസ് ഉള്ള സാറന്മാരായിരുന്നു. ബട്ട് ദേ ഓൾസോ യൂസ് ടു ടേക്ക് ഇറ്റ് വെരി പോസിറ്റീവ്ലി. ആൻഡ് അവരും പറയും ഓക്കെ ഫൈൻ, എനിക്ക് സുഖം, നിങ്ങൾക്കും സുഖം, let's not disturb each other unnecessarily, but you guys do well. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസും ആരും അങ്ങനെ എല്ലാരും ഫൈനൽ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ച് ഹോസ്റ്റലിൽ പോയി പഠിച്ച് അങ്ങനെയെങ്കിലും ഒക്കെ എല്ലാരും ക്ലിയർ ചെയ്ത് ഫ്രണ്ടിലോട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത് നമ്മുടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇത്രയും ജൂനിയേഴ്സും സീനിയേഴ്സും ഒരുമിച്ച് ഇത്രയും കണക്റ്റഡ് ആയി നിൽക്കുന്ന വേറൊരു ക്യാമ്പസ് എനിക്കറിയില്ല. ചിലപ്പോ പല ക്യാമ്പസുകളും നമ്മുടെ കേരളത്തിൽ കാണാമായിരിക്കും, പക്ഷെ ഇതൊരു വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നു. ഒരുപാട് പേര് നമ്മുടെ ഹനുനിക്കന്റെ ബാച്ചിലെയൊക്കെ പണ്ടത്തെ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പിന്നെ കോളേജിൽ വന്നിട്ട് എല്ലാവരും കൂടി എടുത്ത ഒരു ഫോട്ടോയും ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. അത്രത്തോളം വർഷം ഇത്രയും ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ വലിയ കാര്യമാണ്. ഇനി കുറച്ച് റീയൂണിയൻ മെമ്മറീസിലേക്ക്, അതായത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നൊക്കെ പറയുന്ന പോലെ റീയൂണിയൻ മെമ്മറീസിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. സോ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന റീയൂണിയനൊക്കെ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവും. പിന്നെ ഇപ്പോ നിങ്ങളൊക്കെ കുറെ ജോസേട്ടനും ആരോണേട്ടനും ഒക്കെ കുറെ റീയൂണിയൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പരിചയമുള്ളവര്. അപ്പൊ നിങ്ങൾ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. എന്തായിരിക്കും നമുക്ക് റീയൂണിയൻ എത്രയും ഒരു മനോഹരാക്കാൻ സാധിച്ചത്? അതിന്ന് കിട്ടിയ ഏതെങ്കിലും നല്ലൊരു മെമ്മറി ഷെയർ ചെയ്യാൻ ജോസേട്ടൻ തുടങ്ങാം നമുക്ക്.
US ഞാൻ അങ്ങനെ പരിപാടി പങ്കെടുത്തില്ല. ഞാൻ പക്ഷേ ബാംഗ്ലൂർ താമസിക്കുമ്പോൾ നമ്മൾ എല്ലാ വർഷവും തന്നെ നമ്മുടെ ആനുവൽ റീയൂണിയൻ XMEC മീറ്റിന് പോകുമായിരുന്നു. സോ ആ സമയത്ത് അത് സ്ഥിരമായിട്ട് ബാംഗ്ലൂരാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാനും ഭാര്യയും മോഡലുകാരായതുകൊണ്ട് ഞങ്ങൾക്കുള്ള കോമൺ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് സെയിം ആയതുകൊണ്ടും വി ഹാവ് എ ഗുഡ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് മറ്റാരെയും അറിയാതിരിക്കുന്ന ഒരു അവസ്ഥ വരും. നമുക്ക് ആ പ്രശ്നവുമില്ല. എല്ലാ തവണയും പോയിട്ടില്ല. പക്ഷേ അന്നും സാധാരണ സംഭവിക്കാറുള്ളത് തൊട്ട് മുമ്പ് പാസ്സായ ഒരു 2-3 ബാച്ചിൽ നിന്നുമായിരിക്കും പരമാവധി ആളിപ്പോഴും ഉണ്ടാവുക. കാരണം അവർ ആ ഒരു കോളേജിന്റെ ആ ഒരു മൂഡ് കളയാതെ നിൽക്കുന്നത് കൊണ്ട്. പിന്നെ വരുന്നത് എപ്പോഴും സ്ഥിരം ആൾക്കാരും അങ്ങനെ ഒരു പ്രവണത ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും പോവും. നമ്മളെപ്പോലെ തന്നെ അന്ന് ബാംഗ്ലൂർ നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല, വ്യാസിനെ അറിയാവോ, മനു, അവരൊക്കെ XMEC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ മുമ്പോട്ട് നിന്ന് വെച്ചിട്ടുണ്ട്. വ്യാസ് ചിലപ്പോൾ ഹറോന്റെ ബാച്ചൊക്കെ ആകാൻ സാധ്യതയുണ്ട്. മനു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ബാച്ച് ആയിരിക്കും. അപ്പം അങ്ങനെ സ്ഥിരമായി വരുന്ന കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ മൂത്താപ്പന്മാരും പിന്നെ ആ ഇടയ്ക്ക് പാസ്സായ ഒരു 150 പേരും, അങ്ങനെയാണ് അതിന്റെ ഒരു കോമ്പസിഷൻ. ബട്ട് വി സ്റ്റിൽ ഹാഡ് എ ഗുഡ് ടൈം. നമുക്ക് നേരത്തെ അൻസിഫ് പറഞ്ഞ പോലെ നമ്മൾ മറ്റു കോളേജുകളിലൊക്കെ ദേ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. വലിയ ക്യാമ്പസുകളും ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ സാമ്രാജ്യങ്ങളായി നിൽക്കുമ്പോൾ നമ്മളൊരു ഒറ്റ കെട്ടിടത്തിൽ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് എല്ലാവരെയും അറിയാം. അപ്പോ നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, നിനക്ക് എങ്ങനെ അയാളെ അറിയാം? അയാൾ നിനക്ക് 2 വർഷം മുമ്പ് പഠിച്ച വേറൊരു ട്രേഡിൽ പഠിച്ച ആളല്ലേ? കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളെ എങ്ങനെ നിനക്കറിയാം? നമ്മൾ എല്ലാ ദിവസവും ഇവരെ തന്നെയല്ലേ കാണുന്നത്, ഇത് ബാച്ച് ഏതായാലും പ്രായം ഏതായാലും. അപ്പൊ അങ്ങനെ നമുക്ക് കോളേജ് വെച്ചുള്ള പരിചയങ്ങൾ അവിടെ വെച്ച് നമ്മൾ പുതുക്കുന്നു. ചിലരെ ജൂനിയർ ബാച്ചുകളെ ഒരുപാട് പേരെ പുതിയതായിട്ട് പരിചയപ്പെടുന്നു. ഇന്ന് ചിറ്റിലപ്പള്ളി ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, കണ്ടില്ലല്ലോ? പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് ജോയിൻ ചെയ്തില്ല. അപ്പൊ ചിറ്റിലപ്പള്ളിനെ ഒന്നും ഞാൻ കോളേജ് വെച്ച് എനിക്ക് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല. അവരെ ഞാൻ ബാംഗ്ലൂർ XMEC മീറ്റിൽ നിന്നും പരിചയപ്പെട്ടവരാണ്. ആ ഒരു ചിറ്റിലപ്പള്ളി, സുധീർ നായിക്, അങ്ങനെ അവർ ഒരു എൻ്റയർ ഗ്രൂപ്പിനെ ഞാൻ ആക്ച്വലി ബാംഗ്ലൂർ XMEC നിന്നാണ് പരിചയപ്പെട്ടത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോ പുതിയൊരു സ്ഥലത്ത് ചെല്ലണം, അവിടെ ആരാ ഉള്ളത് എന്ന് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ബന്ധപ്പെട്ട സ്വന്തക്കാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സെക്കൻഡ് ചോദ്യം എപ്പോഴും MSCക്കാരെങ്കിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അങ്ങനെ കാണാറില്ല. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എളുപ്പമുണ്ട്. പണ്ട് XMECയുടെ ഇമെയിലുകളിൽ സ്ഥിരമായി വരുന്ന ഒരു മെയിൽ അതായിരുന്നു, നമ്മൾ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുതിയ ടൗണിന്റെ പേര് ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെട്ടു. കാരണം ആർക്കും അവിടെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഒരാളുടെ സഹായം ഉടൻ വരുമെന്ന് അറിയാം. അപ്പൊ അങ്ങനെ ആ ഒരു നെറ്റ്വർക്ക് നമ്മളെ പ്രൊഫഷണലായിട്ട് സഹായിക്കുന്നത് ലെറ്റ്സ് വൺ സൈഡ്. പക്ഷെ ഞാൻ എപ്പോഴും നോക്കുന്നത് അതിന്റെ പേഴ്സണൽ സൈഡ്. നമുക്കൊരു ആവശ്യം വരുമ്പോൾ എവിടെയാണെങ്കിലും പെട്ടെന്ന് ഒരാള്, നമുക്ക് അതുവരെ നമ്മൾ കണ്ടോ കേട്ടോ പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്നൊക്കെ പ്രവേശനം ചെയ്യും. ഒരു നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും XMEC മീറ്റ് ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ 25th ആനിവേഴ്സറി മീറ്റ് മോഡൽ വെച്ച് നടന്നു 2013 ഡിസംബറിൽ. അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. കാരണം സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞ ബാംഗ്ലൂർ എപ്പോഴും വരുന്ന ഒരേ ടീമാണ് വരുന്നത്. പിന്നെ കോളേജിനെ പ്രതിനിധീകരിച്ച് എപ്പോഴും 1 അല്ലെങ്കിൽ 2 അധ്യാപകർ വരും. ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള 2 അധ്യാപകർ സാധാരണ ബാക്കിൽ നിന്ന് ഒരാൾക്ക് പോകും. പക്ഷെ നമ്മൾ കോളേജ് നടത്തിയപ്പം എനിക്ക് തോന്നുന്നു അധ്യാപകർ ഏതാണ്ട് മുഴുവനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പാർട്ടിസിപ്പേഷൻ ഭയങ്കരമായിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു നമുക്ക്. അപ്പം ഒരുപാട് പേര് അവരുടെ കുടുംബസമേതം വന്നു. അതുവരെ സാധാരണ വരാത്തവർ ഒരുപാട് പേര്, നാട്ടിലുള്ളവരൊക്കെ ഒത്തിരി പേര് വന്നു. അപ്പം ഇറ്റ് ഹെൽപ്സ്. അതൊരു ഇമോഷണലി ഒരു ഫുൾഫില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായും. ഒരുപാട് സന്തോഷം ജോസേട്ടാ. സോ ഇനി നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാറൂനൊക്കെ അടുത്ത് ചോദിക്കാം, എങ്ങനെയാണ് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ബന്ധം എപ്പോഴും ആ ടച്ച് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ എന്തെങ്കിലും ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമ്മൾ റിയൂണിയൻ ഉണ്ടായതോ എന്തെങ്കിലും ഒരു മെമ്മറീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ ഷെയർ ചെയ്യാം. അത് ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നു അതിന്റെ ബിഗസ്റ്റ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലി നമ്മളെല്ലാം ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് ഹോബീസ് ഉണ്ടാവും, നമ്മൾ ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസിന് ഉണ്ടാവും. ബട്ട് ആക്ച്വലി നത്തിങ് റിഫ്രഷസ് യു മോർ ദാൻ കാച്ചിങ് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. നമ്മൾ ആ പഴയ ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുന്ന ഒരു 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, whatever be the time, ആ ഒരു സമയം there is nothing which tantamount to that. ഒരു കാര്യം ചെയ്താലും നമുക്ക് ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം അത് ഒരിക്കൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് ദെൻ യു വോണ്ട് ടു ഗെറ്റ് ആൻഡ് യു വോണ്ട് ടു കം ടുഗദർ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കുഴപ്പം ഒരു ഗ്രൂപ്പില് വളരെ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓൾമോസ്റ്റ് ഞങ്ങളുടെ പകുതി ഒരു 30-40% ആളുകൾ US-ലാണ്. US-ൽ തന്നെ കുറെ പേര് അവിടെയാണ്, കുറെ പേര് ഇവിടെയാണ്. അപ്പം they get together at least once in a year at some part of US, they get together. അപ്പം ആരെങ്കിലും അങ്ങോട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ മീറ്റ്. പക്ഷെ എനിക്ക് വേറൊരു മോട്ടിവേഷൻ പേഴ്സണലി, ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് മോട്ടിവേഷൻ ഫോർ മീ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഗിവ്സ് മീ മോർ ജോയ്
ദാൻ കാച്ചിങ് അപ്പ് വിത്ത് ഓൾഡ് ഫ്രണ്ട്സ്. ആ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ, കാര്യം ഞാൻ 3-4 മണിക്കൂർ നമ്മളെല്ലാം മറന്ന് ഫ്രീ വീലിംഗ് ആയി നമ്മള് എടാബോട എടിബോടി ആ ഒരു ലെവലില് എല്ലാവരുമായിട്ട് സംസാരിച്ച് ആ ഒരു സന്തോഷം നമുക്ക് ഇപ്പം ആക്ച്വലി വേറെ ഒന്നിനും നമുക്ക് ആ സന്തോഷം കിട്ടത്തില്ല. അതുകൊണ്ടിട്ട് തന്നെ പേഴ്സണലി ഐ എൻഷുർ, ഇപ്പം ഞാനും ഇപ്പൊ എന്റെ വൈഫും എന്റെ ബിസിനസ്, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് ആണ്. അപ്പൊ ഞങ്ങൾ കുറെ ഒരുമിച്ചായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എവിടെ പോയാലും നമ്മൾ വി ട്രൈ ടു ഗെറ്റ് യുനോ ഗ്രൂപ്പ്, ബാംഗ്ലൂർ ആണെങ്കിലും ഇപ്പം ആണെങ്കിലും എവിടെ പോവാണെങ്കിലും ഒരു അതിപ്പോ ഞങ്ങളുടെ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് മാറി. MEC മീറ്റ് ആസ് സച്ച് നമ്മുടെ ഫോർമൽ മീറ്റ്സ്, ഞാൻ ഒരുപാട് മീറ്റ്സ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു 2-3 മീറ്റ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ബീൻ എബ്രോഡ് ആൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഗുഡ്. കാര്യം വെച്ചാൽ അതൊരു നമ്മുടെ കോളേജുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ആ ഒരു ബിൽഡിങ്, ആ സ്ഥലം, ക്ലാസ് റൂംസ്, അതിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഒരു നൊസ്റ്റാൾജിയ ഇസ് ഓൾവേസ് ദെയർ. പിന്നെ നമ്മുടെ പഴയ ടീച്ചേഴ്സിനെയും നമ്മുടെ സ്റ്റാഫിനെയും, അതായത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ തുടങ്ങി നമ്മുടെ ക്യാൻറ്റീൻ നടത്തിയ ആള് വരയ്ക്കും, പിന്നെ അവിടുത്തെ ലൈബ്രറി സ്റ്റാഫും ബാക്ക് എൻഡ് സ്റ്റാഫും എല്ലാവരും വന്ന് ഇങ്ങനെ കണ്ട് ആ ഒരു സന്തോഷം. ഇറ്റ് ഇസ് റിയലി ഗുഡ്. ആൻഡ് ദെൻ മീറ്റിംഗ് മെനി പീപ്പിൾ. പക്ഷെ മോസ്റ്റ് ഓഫ് ദി XMEC ഫോർമൽ മീറ്റിംഗ്സിന്റെ എന്താ അതിന്റെ ക്രീം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള മീറ്റാണ്. നമ്മുടേതായ ഒരു ഗ്രൂപ്പ് അത് കഴിഞ്ഞിട്ട് കിട്ടും. നമുക്ക് ചിലപ്പോൾ 8 പേരായിരിക്കും, 10 പേരായിരിക്കും, 15 പേരായിരിക്കും. അതാണ് അതിന്റെ ഒരു ചെറി. ആ ഒരു 2-3 മണിക്കൂർ സ്പെൻഡ് ഇസ് ഓൾവേസ് അനദർ മോട്ടിവേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു ഹരൺ. നമുക്ക് ഇനി അഭിഷേകിന്റെ അടുത്ത് കേൾക്കാം. എങ്ങനെയാണ് ഈ ഒരു റീയൂണിയൻ ചന്ദ്രസേനന്റെ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ടുണ്ടോ അതോ? സോ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഇനി സംഭവിക്കാൻ പോകുന്നത് സെക്കൻഡ് മീറ്റ് ദാറ്റ് ഇസ് ഹാപ്പൻ. അപ്പം കഴിഞ്ഞ മീറ്റ് ആണ് 3 വർഷത്തിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ചുണ്ടായത്. പക്ഷെ അത് എനിക്കൊരു ഫാമിലി റീസൺ കാരണം ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. പക്ഷെ ഒരു ലാസ്റ്റ് മന്ത് ഒരു കൊച്ചി ചാപ്റ്ററിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് പോലെ ഉണ്ടായിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ലൈക്ക് ദ ഫസ്റ്റ് റീയൂണിയൻ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ ലൈക്ക് ഒരു ഗെറ്റ് ടുഗെദർ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പം ആ ഒരു ചെറിയ കൂട്ടത്തിന്റെ കൂടെ അത് കുറെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് സീനിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈവൻ ദോ കോളേജ് കഴിഞ്ഞിട്ട് കുറച്ച് പേര് കാണുന്നവരുണ്ട്. ജോസേട്ടൻ പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന കുറച്ച് പേരുണ്ട്. അതല്ലാതെ ബാക്കി കുറെ കോളേജിൽ കണ്ട് പിന്നെ കാണാത്ത ആൾക്കാരെ കാണുമ്പോഴേക്കും ഹാരൂൻക പറഞ്ഞ പോലെ ഓൾഡ് പീപ്പിൾ, വെൻ യു സീ ദം, വെൻ യു ടോക്ക് ടു ദം, ദാറ്റ് ഇസ് എൻറ്റയർലി ന്യൂ റിഫ്രഷിങ്. അതായത് ഐ തിങ്ക് വി സ്പെൻഡ് ലൈക്ക് ഓൾമോസ്റ്റ് ജസ്റ്റ് an hour or 2. പക്ഷെ 2 മണിക്കൂർ എന്ന് വെച്ചാൽ എൻറ്റയർലി മൈൻഡ് ഫ്രീ ആയിരിക്കും എല്ലാരോടും. പണ്ടത്തെ, അതായത് നമ്മൾ ചിലപ്പോൾ മറന്നുപോയ കാര്യങ്ങൾ ദേ വിൽ റിമെമ്പർ. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ, നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് നമ്മളിങ്ങനെ സീനിയേഴ്സ് ആയിട്ട് പരിചയപ്പെടാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ പോയിട്ട് കുറെ പേരെ നല്ല രീതിയിൽ കുടഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ അതൊരു സ്ഥിരം ജോലിയാണ്, നമ്മൾ മറന്നു. പക്ഷെ ദേ വിൽ റിമെമ്പർ ഇറ്റ് വെരി ചേട്ടൻ അന്ന് എന്നെ വന്നിട്ട് കുടഞ്ഞില്ല, അതാണോ? സോ അങ്ങനെ കേൾക്കുമ്പോഴേക്കും, ആൻഡ് ദ ഫാക്ട് ദാറ്റ് അവരൊന്നും മനസ്സിൽ വയ്ക്കാതെ സ്റ്റിൽ ഇൻ ദാറ്റ് ഫ്രണ്ട്ലി സോൺ വരാൻ പോകുന്ന മീറ്റിൽ there will be more and more people that will be coming together. So ഈ വരാൻ പോകുന്ന 23rd സംഭവിക്കാൻ പോകുന്ന മീറ്റ് is what I am really looking forward to. പക്ഷെ എന്റെ ഈ കാലിന്റെ അവസ്ഥ വെച്ചിട്ട് എന്തോരം I don't know how I can make it, but still I'll try to be there and നിങ്ങളെല്ലാരെയും ലൈവായിട്ട് സ്ക്രീനിൽ കൂടെ അല്ലാതെ ലൈവായിട്ടും കൂടെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ I'm concluding my words here. ആക്സിഡന്റ് ഇല്ല. ഞാൻ ഇതേപോലെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ നാട് തെണ്ടി പോകുന്ന ഒരു ഇതാണ്. അപ്പൊ ഒരു കല്യാണ പരിപാടിക്ക് പോയപ്പോഴേക്കും എന്റെ ACL ഒന്ന് കംപ്ലീറ്റ് ടയർ ആയി. അപ്പൊ ACL കംപ്ലീറ്റ് ടയർ ആയിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ്
ഇപ്പൊ ഒരു ബെഡ് റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ അവിടെ ചാടി ഈ വീൽ ചെയറിൽ ഇങ്ങനെ ഓടി പോകും. അപ്പൊ എന്നോട് ഈ പോഡ്കാസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും എന്നോട് പറഞ്ഞു കുറച്ച് പേരുണ്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ട്, അപ്പൊ ശരി അവരുടെയും കൂടെ കോളേജ്, കാരണം പോഡ്കാസ്റ്റ് കേൾക്കാന്ന് പറഞ്ഞാൽ വെരി ലെങ്തി പ്രോസസ്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു കോളില് തന്നെ ഇരുന്ന് ഫ്രഷ് ആയിട്ട് കേൾക്കാലോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ. പിന്നെ എനിക്ക് NMTനെ പേഴ്സണലി പരിചയമുണ്ട്. സോ ജോസേട്ടനെ ഹാരൂനൊക്കെ കണ്ടതിന് ബിക്കോസ് നമ്മൾ ഈ പഠിച്ചിറങ്ങുന്ന സമയം ജോസേട്ടൻ പറഞ്ഞു ആ കോളേജിൽ ആ ഒരു ഫസ്റ്റ് ഫ്ലോർ പണിയുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഹാരൂനക്ക വാസ് ഇൻ ദ ട്രാൻസിഷൻ ഓഫ് ദാറ്റ് മറ്റേ എടപ്പള്ളി ബിൽഡിംഗ് ടു കോളേജ്. അപ്പൊ എല്ലാത്തിന്നും ഉള്ളൊരു ട്രാൻസിഷൻ ഫേസ് ലൈവായിട്ട് കേൾക്കാന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ വെരി ഹ്യൂജ് തിങ്. താങ്ക് യു ചന്ദ്രസേന. നേഹ, ഇത് ഈ എന്താ പറയാ റീയൂണിയൻ മെമ്മറീസ് എന്തെങ്കിലും? ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഞങ്ങള് ബാംഗ്ലൂരുള്ളതുകൊണ്ട് സ്ഥിരം ഞങ്ങൾ കൂടും, ഞങ്ങൾ ബാച്ച് കാണും, ഞങ്ങള് വൺസ് ഇൻ എ വൈൽ കൂടുമായിരുന്നു. അപ്പോൾ ദാറ്റ് വാസ് ലൈക്ക് സ്ഥിരം റീയൂണിയൻ ഫോർ അസ്. പക്ഷെ നമ്മുടെ ഈ ഒഫീഷ്യൽ റീയൂണിയന്റെ ഹൈലൈറ്റ് നമ്മുടെ സീനിയേഴ്സിനെയും സ്പെഷ്യലി ജൂനിയേഴ്സിനെ കാണാൻ പറ്റുന്നതായിരുന്നു എനിക്കൊരു ഹൈലൈറ്റ്. ബിക്കോസ് ഞാനൊരു 4 years എന്റെ ഏറ്റവും കൂടുതൽ സ്ട്രോങ്സ്റ്റ് ബോൺസ് എന്റെ ജൂനിയേഴ്സ് ആയിട്ടായിരുന്നു. ഞാൻ എന്റെ പിള്ളേരെ അവർ റെഫർ ചെയ്തോണ്ട്, അപ്പൊ എന്റെ പിള്ളേരെ കാണാൻ പറ്റും, അങ്ങനെ ഞാൻ പറഞ്ഞുകൊടുത്തത്. അപ്പൊ ഇപ്പോഴും കുറച്ച് ദിവസം മുന്നേ ഞാനിങ്ങനെ നമ്മുടെ ഒരു MECയുടെ ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ എല്ലാ വർഷവും നമ്മുടെ ഈ റീയൂണിയൻ നടത്തുന്ന ഒരു നല്ല ഒരു കാര്യം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് ഞാൻ കാണുന്ന അവരുടെ ബാച്ചിന്റെ അവര് എത്രയോ വർഷം കഴിഞ്ഞാൽ ഒരു 10 years അല്ലെങ്കിൽ 15 years കഴിയുമ്പോഴത്തേന് അവർ യൂണിയൻ വെക്കുന്നു, അങ്ങനെ കൂടുന്നു മോസ്റ്റ് ഓഫ് ദ കോളേജസ് സ്കൂൾസ്. പക്ഷെ നമുക്ക് എല്ലാ വർഷവും ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഇപ്പൊ ഒരു വർഷം എനിക്ക് മിസ്സായെങ്കിൽ അടുത്ത വർഷം എനിക്ക് കൂടാം. ഐ എം നോട്ട് മിസ്സിംഗ് മൈ റീയൂണിയൻ ഫോർ എവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ സീനിയേഴ്സ് ആയിട്ടും ജൂനിയേഴ്സ് ആയിട്ടും ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഇവരൊക്കെ കണ്ടിട്ടാണല്ലോ എല്ലാ ദിവസവും ഇവരുടെ കൂടെ ആയിരുന്നല്ലോ എന്റെ ദിവസം, അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് തന്നെ എനിക്കൊരു ഹൈലൈറ്റ് അതായിരുന്നു. ആ ഒരു ഇന്റർ ബാച്ച് ഇന്ററാക്ഷൻ അതായിരുന്നു എന്റെ റീയൂണിയന്റെ ഹൈലൈറ്റ്, എനിക്കൊരു ക്ലോസ് ആയ കാര്യം. ഓക്കെ, സന്തോഷം. നമുക്ക് എപ്പോഴും എന്താ പറയാ, നമ്മൾ ഈ റീയൂണിയനിലോട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയൊരു ഒരു സഹായമോ അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത്, എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുന്ന പോലെ നമ്മുടെ കൂട്ടത്തിൽ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ ഒരുപാടുണ്ട് എന്നൊരു ഫീല് നമുക്ക് എപ്പോഴും ഉണ്ട്. ചുറ്റുള്ള ആൾക്കാർ, നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാർ, എല്ലാവർക്കും ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ചോദിക്കാൻ അല്ലെങ്കിൽ സഹായം ചോദിക്കാനോ ഇതെന്തെങ്കിലും ഒന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനോ ഒരു ജോലിക്ക് വേണ്ടിയോ ചോദിക്കാൻ ഒരുപാട് ഇപ്പൊ അടുത്ത് പാസ് ഔട്ട് ആയത് ആൾക്കാരാണെങ്കിലും ചോദിക്കാൻ ഒരു സ്ഥലമുണ്ട്. എനിക്കിപ്പോ ഒരു ജോലി ആവശ്യമുണ്ട്, ഒരു ചെറിയൊരു മെയിലിന്റെ ആവശ്യമുള്ളൂ, അങ്ങനെയുള്ളൊരു ഒരു ജോലി എന്ന് പറയുന്ന ഒരു വലിയൊരു സംഗതി ആയിരിക്കും. അപ്പൊ പക്ഷെ ഒരു മെയിൽ കൊണ്ട് നമുക്കിങ്ങനെ ഇത്രയും സഹായങ്ങളൊക്കെ കിട്ടുന്നതും അങ്ങനെ കുറെ സഹായങ്ങൾ കിട്ടുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഒരു ഈ റീയൂണിയൻ കൊണ്ടും അതൊക്കെ ആ കമ്മ്യൂണിറ്റി കൊണ്ടുവരുന്നത് കൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒരു സഹായങ്ങളും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എനിക്ക് നമ്മുടെ ലിസണേഴ്സിനൊക്കെ അറിയാനുള്ളത്, നമ്മുടെ ഈ കലാലയ ജീവിതത്തിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കിയതൊക്കെ തിരുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ചെറിയ എന്തെങ്കിലും നമുക്ക് മെമ്മറീസ് നിന്ന് കളക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യമുണ്ടോന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പോ ഞാനാണെങ്കിൽ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന സമയത്താണെങ്കിലും, എനിക്ക് ക്യാമ്പസിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമ്പോഴോ എന്തെങ്കിലും ആരോടും ആലോചിക്കാതെ നമ്മുടെ ഒരു സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു എന്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ. അത് ക്യാമ്പസിൽ വന്ന് നമ്മുടെ NSS പോലെയുള്ള കുറെ കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അങ്ങനെ മാറി. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഡിസ്കഷൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ചൊരു ഡിസിഷനിലേക്ക് എത്തുന്ന രീതിയിലേക്കൊക്കെ ഞാൻ അങ്ങനെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമ്മുടെ ലൈഫിൽ കുറെ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഈ കലാലയ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചെടുത്ത. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ആർക്കെങ്കിലും. ആക്ച്വലി പ്രോബബിലി നമ്മുടെ MECയിലെ ഫസ്റ്റ് ഇപ്പൊ ഞങ്ങളുടെ ബാച്ച് ഒക്കെ കഴിയുമ്പോൾ ഈ Y2K എന്ന് പറഞ്ഞൊരു Y2K പ്രോബ്ലം തുടങ്ങിയ സമയമാണ്. അപ്പം നമ്മുടെ എല്ലാ എഞ്ചിനീയേഴ്സിനും Y2K എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ആ ഒരു ടൈമായിരുന്നു. Y2Kയിൽ ട്രെയിനിങ് ഉണ്ടെങ്കിൽ എഞ്ചിനീയറായിട്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് കിട്ടുന്ന ഒരു ടൈമായിരുന്നു ഞങ്ങളുടേത്. അപ്പൊ ഞങ്ങളുടെ ബാച്ചിൽ എനിക്കെന്തോ ജോലി എന്ന് പറയുന്ന ഒരു വലിയൊരു ടെൻഷൻ പാസ് ഔട്ട് ആവുന്നവരെ ഉണ്ടായിരുന്നില്ല. ഓബിയസ്ലി പാസ് ഔട്ട് ആകുമ്പോൾ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയത് ഒരു സെയിൽസ് ജോലിക്കാണ്.
ഐ വെൻ ഫോർ സെയിൽസ്. അപ്പം അതിന് എന്റെ ഫാമിലി കംപ്ലീറ്റ് ആയിട്ട് എതിരായിരുന്നു. എന്റെ ഫ്രണ്ട്സ് മുഴുവൻ എതിരായിരുന്നു. നമ്മുടെ MECയിലെ എന്റെ ക്ലാസ്മേറ്റ്സും എന്റെ ബാച്ച്മേറ്റ്സും എല്ലാരും പറഞ്ഞു നിനക്ക് വട്ടാണ്, നിനക്ക് ഭ്രാന്താണ്, ഈ 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് സെയിൽസിൽ പോകുന്നത്, ഇറ്റ് ഹാഡ് നോ റെലവൻസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും എന്താ നെഗറ്റീവ് അടുപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. ബട്ട് ഐ എനിവേ മൂവ്ഡ് ഓൺ വിത്ത് മൈ സെയിൽസ് കരിയർ. പിന്നെ അങ്ങനെ ഞാൻ എന്റെ മാനേജ്മെന്റും അങ്ങനെ അങ്ങ് പോവായിരുന്നു. ബട്ട് എന്താ പറയുന്നത്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ എന്റെ ആ ഒരു സമയത്ത് ഐ വാസ് നോട്ട് ടെൻസ്ഡ് എന്നുള്ളതാണ്. അപ്പൊ ഇനി ആ വഴിക്ക് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടി എന്തോ എനിക്ക് ഉണ്ടായിരുന്നില്ല. So probably I am the first guy who went out of engineering and did something else completely altogether in sales. അതും നമുക്കൊക്കെ ഞങ്ങളുടെ ബാച്ചില് ഞങ്ങൾ കഴിഞ്ഞപ്പോഴാണ് IHRDയുടെ ലെക്ചററിന്റെ പോസ്റ്റും ഒക്കെ വന്നത്. കുറെ പേര്, അപ്പൊ ഞാനൊക്കെ അതിൽ എൻട്രൻസ് എഴുതി അതൊക്കെ ക്വാളിഫൈ ചെയ്തിട്ട് അപ്പൊ അതിലിങ്ങനെ ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ഞാനും ഒരു ഫ്രണ്ടും കൂടി മുങ്ങിയത് സ്ഥലത്തുനിന്ന്. ഓവർനൈറ്റ് പെട്ടിയും പായം എടുത്ത് ബാംഗ്ലൂർ പോയ ഒരു ടീമാണ് ഞാൻ. ലീവിങ് എഞ്ചിനീയറിംഗ് ജോബ് ആൻഡ് ഫൈൻഡിങ് മൈ ഓൺ റൂട്ട്. ഓക്കെ ഓക്കെ. ജോസേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ജസ്റ്റ് MEC തന്ന വലിയൊരു പാഠം, ഈ +2 വരെ നമ്മൾ നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണല്ലോ ജീവിക്കുന്നത്. വീട്ടിൽ 2 മക്കളുണ്ട്, അതിലെ ഞാൻ മൂത്ത മകനാണ്. സ്വാഭാവികമായിട്ടും ഒരു പ്രിഫറൻസ് കിട്ടിയെന്നാണ് ഞാൻ കരുതുന്നത്. പഠിക്കുന്ന കോളേജിൽ അല്ല സ്കൂളുകളിലൊക്കെ എപ്പോഴും നമ്മൾ ക്ലാസ്സിലെ 1ാം റാങ്കുകാരനാണെങ്കിൽ അല്ലെങ്കിൽ 2ാം റാങ്കുകാരനാണ്. അപ്പൊ ആള് ഒരു മോശമല്ലാത്ത ആളാണ്, വി ആർ ഗോയിങ് ടു മേക്ക് ഇറ്റ് ബിഗ് എന്നൊക്കെ ഒരു വലിയ പ്രതീക്ഷ. എൻട്രൻസിന് തെറ്റില്ലാത്ത റാങ്ക് ഉണ്ട്, അങ്ങനെയാണ് മോഡൽ വരുന്നത്. മോഡൽ വന്നു കഴിയുമ്പോഴാണ് നമ്മളെക്കാൾ പുലികളായ ഒരുപാട് പേര് നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് നമുക്ക് സത്യത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നത്, അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തില്. അപ്പൊ നമ്മൾ വിചാരിച്ച അത്ര മിടുക്കനല്ല. കാരണം നമ്മളെക്കാൾ മിടുക്കുള്ളവരൊക്കെ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മളെയൊക്കെ നന്നായി പഠിക്കുന്നവർ, നമ്മളെയൊക്കെ നന്നായി പാടുന്നവർ, നമ്മളെയൊക്കെ നന്നായി കളിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട്. പിന്നെ മോഡല് ഒരുപാട് തവണ ഇൻഡിപെൻഡൻസ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത കാര്യമാണ്. മോഡലിൽ ആരും നമ്മുടെ പുറകെ നടന്ന് പഠിക്കണമെന്നോ, അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കാലത്ത് ഇത്ര മണിക്ക് ഹോസ്റ്റലിൽ കയറണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കുന്നതിന് സമയമുണ്ട്, പക്ഷെ ഇത്ര മണിക്ക് ഹോസ്റ്റലിൽ കയറണം, ഇത്ര മണിക്ക് കഥ കടച്ചിരിക്കണം, ഇത്ര മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം, ഇങ്ങനത്തെ ഒരു നിയമങ്ങളും ഇല്ല. ഒരു തുറന്ന പുസ്തകമായിരുന്നു ഹോസ്റ്റൽ. പ്രത്യേകിച്ച് ഒരു കാലം വരെ കോളേജ് കേട്ടോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോളേജിനകത്തും കയറായിരുന്നു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല ചോദിക്കാൻ. അപ്പൊ അതൊക്കെ ഒരു ഡിസിപ്ലിൻ ഉള്ള കോളേജിന്റെ ഭാഗമാണോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് തരുന്ന ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. യു ഗെറ്റ് ടു മേക്ക് യുവർ ഡിസിഷൻസ്. ഇഫ് തിങ്സ് ഗോ റോങ് യു പേ ദ പ്രൈസ്. പക്ഷെ അപ്പൊ നമുക്ക് ഒരുപാട് തവണ എന്താ പറയാ പരാജയപ്പെടാനുള്ള അവസരവും മോഡൽ തന്നിട്ടുണ്ട്. അതുവരെ ഫേസ് ചെയ്യാതിരുന്ന ഒരുപാട് സെറ്റ് ബാക്സ്. ഒരു സപ്ലി ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു പെട്ടെന്ന് ദിവസം ഒരു സെമിസ്റ്ററിൽ ഒരു 3 സപ്ലി നമുക്ക് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആദ്യമായിട്ട്, പിന്നെ അങ്ങ് ശീലാവും, പക്ഷെ ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു മെന്റൽ സെറ്റ് ബാക്ക് ഉണ്ടല്ലോ. പക്ഷെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ട്. കാരണം നമ്മളെപ്പോലെ തന്നെ സപ്ലൈ അടിച്ചിട്ട് നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട്. അപ്പം ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ അത് മുമ്പോട്ടുള്ളതാകുമല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലവ് മാരേജ് ആയിരുന്നു. അപ്പം ഇന്റർ ഡിനോമിനേഷന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഈസ് ഇറ്റ് ദ റൈറ്റ് ഡിസിഷൻ? വി ആർ ഗോയിങ് വിത്ത് ഇറ്റ്. ഇറ്റ് മേ ഓർ മേ നോട്ട് വർക്ക്. നമുക്ക് അറിയത്തൊന്നുമില്ല, ആരും പ്രിഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. പക്ഷെ അങ്ങനെ പരാജയപ്പെട്ടാലും ഇറ്റ് ഈസ് ഓക്കെ, ഒരു റിക്കവറി ഉണ്ടെന്ന് പഠിപ്പിക്കാനും ഒക്കെ മോഡൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ 10 വർഷം ബാംഗ്ലൂർ ജീവിച്ചിട്ടാണ് ഞങ്ങൾ US റീലൊക്കേറ്റ് ചെയ്തത്. സാധാരണ റീലൊക്കേറ്റ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരൊക്കെ ആ സമയത്തിനകം മുമ്പേ റീലൊക്കേറ്റ് ചെയ്തു. ഇത് ഓൾറെഡി കൊച്ചിന് 5-6 വയസ്സായി. ഇനി റീലൊക്കേറ്റ് ചെയ്താൽ നന്നാകുമോ? നോ വൺ നോസ്. വി ടുക്ക് ദ ചാൻസ്. അപ്പം എനിക്ക് തോന്നുന്നു ബാക്കി അക്കാഡമിക്സിനെ പറ്റി ഒന്നും പറയാനൊന്നും ആളല്ല ഞാൻ. പക്ഷെ ഇറ്റ്സ് ഓക്കെ, സംടൈംസ് ഇറ്റ് ഹാപ്പൻസ്, ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു വലിയ പാഠം ഞാൻ മോഡലിൽ നിന്നാണ് പഠിച്ചത്. ഐ എം ടേക്കിംഗ് ഇറ്റ് വിത്ത് മീ. താങ്ക് യു സോ മച്ച്. അഭിഷേകിന്റെ എന്താണ്? എനിക്ക് 2-3 കാര്യങ്ങളുണ്ട്. സോ ആൻസിഫ് പറഞ്ഞ പോലെ ബേസിക്കലി ഞാൻ ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആണ്. അത് ആരെന്ത് പറഞ്ഞാലും നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചിട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു ഫേസിലാണ്. പക്ഷെ എനിക്കൊന്നു ഹോസ്റ്റലിൽ നിന്ന് ആദ്യത്തെ ഒരു 6 മാസം കുറച്ച് ഇന്റൻസ് പീരീഡ് ആയിരുന്നു, സീനിയേഴ്സിൻ്റെതായിട്ടുള്ള. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു എന്താ പറയാ, എങ്ങനെയാണ് ഒരാളോട് സംസാരിക്കേണ്ടത്,
എങ്ങനെയാണ് ഒരു സെറ്റ് ഓഫ് ആൾക്കാരുടെ മുന്നിൽ ചെന്ന് സംസാരിക്കേണ്ടത്. കാരണം പേഴ്സണലി എനിക്ക് 3-ാമത്തെ വയസ്സ് മുതൽ സ്റ്റാമറിംഗ് ഉള്ള ഒരു ആളാണ് ഞാൻ. ആൻഡ് കോളേജ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഇവന്റ് ഹോസ്റ്റ് ചെയ്ത ഞാനാണ്. സോ ആ ഒരു സ്റ്റാമറിംഗ് ഉള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ലോക്കലായിട്ട് പറയുകയാണെങ്കിൽ വിക്കുള്ള ഒരാൾക്ക് ആ ഇവന്റ് ഹോസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു കോൺഫിഡൻസ്, അതായത് ആ കോളേജ് എന്നെ തന്നു. ദാറ്റ് ഗേവ് മീ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. കാരണം ജനറലി ഒരാളെ ഇങ്ങനെ സംസാരിക്കാൻ ഫ്ലുവന്റ് ആയിട്ട് പറ്റില്ല എന്ന് പറയുന്ന ഒരാളെ പിടിച്ച് സ്റ്റേജ് കയറി ഹോസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴേക്കും ദ എമൗണ്ട് ഓഫ് കോൺഫിഡൻസ്. കാരണം എന്റെ കോളേജ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഹാസ് ബീൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഈവനിങ്സ്. കാരണം ഒരു കോളേജ് ഫുള്ള് ഫ്രണ്ടിലുണ്ട്, മൈക്ക് ഉണ്ട്, ദ ആഡ്രിനാലിൻ റഷ്, ടോക്ക്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. കാരണം ഐ തിങ്ക് ജോസേട്ടൻ പറഞ്ഞ പോലെ അക്കാഡമിക് വൈസ് ഐ എം ഓൾസോ നോ ബഡി. കാരണം സപ്ലി അടിച്ചടിച്ച് ഈ 2020 പാസ് ഔട്ട് ആയാലും 2021 തീരാറായപ്പോഴാണ് സപ്ലി ഒക്കെ എഴുതിയെടുത്ത് കയറിപ്പോയത്. പക്ഷെ ഐ തിങ്ക് കോളേജ് തന്നത് വാസ് ബേസിക്കലി എ കോൺഫിഡൻസ് ടു ഈവൻ ദോ ആ ഒരു ഓപ്പർച്യൂണിറ്റി. ആൻഡ് ഈവൻ ഇഫ് യു ഫെയിൽ ഇറ്റ്സ് ഓക്കെ, യു വിൽ ഓൾവേസ് ഗെറ്റ് ബാക്ക്. പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം. ഐ തിങ്ക് ദാറ്റ് വാസ് ദ മേജർ തിങ്സ്. ആൻഡ് ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. കാരണം ഇത്രയും കാലം ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ളതിനേക്കാളും കൂടുതൽ ഓക്കെ ദേ മൈറ്റ് ഓൾസോ ബി റൈറ്റ്. കാരണം സ്കൂള് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂള് കഴിഞ്ഞു, കോളേജിലേക്ക് പോവാൻ ഞാൻ പറയുന്നത് ശരിയെന്നുള്ള. പക്ഷെ കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ ദർ ആർ അതർ പെർസ്പെക്ടീവ്സ് ഓൾസോ. മറ്റൊരു കാരണം ഞാൻ പറയുന്നത് മാത്രമല്ല വഴി, ദർ കുഡ് ബി അതർ പോസിബിലിറ്റീസ് ഓൾസോ എന്നുള്ളൊരു that thought also slowly made me in college. So those are my major takeaways, major college takeaway. താങ്ക് യു. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് പതുക്കെ ഒരു വൈൻഡപ്പിലേക്ക് പോവാമെന്ന് തോന്നുന്നു. നമ്മളൊരു 90s to 20s കൂടിയുള്ള ഒരു യാത്രയായിരുന്നു ഇത്രയും നേരം, ഒരു 1.5 hours. ഒരുപാട് സന്തോഷം എല്ലാരും ഈ പോഡ്കാസ്റ്റിൽ കാണാൻ പറ്റിയതിൽ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ കോളേജിലെ കാര്യങ്ങളും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞാലും ഒരിക്കലും തീരാത്തതും അത് ഇനിയും റീയൂണിയൻ ഇനിയും ഉണ്ടാവുന്നത് കൊണ്ടും നമുക്ക് ഇനിയും ഒരുപാട് അനുഭവങ്ങൾ നേരിൽ കാണുമ്പോൾ പറയാൻ സാധിക്കും. അപ്പോ ഇനിയും എവിടെങ്കിലും വെച്ചിട്ട് ലോകത്തിലെ ഏതെങ്കിലും ഒരു പാട്ടിൽ വെച്ചിട്ട് നമുക്കെല്ലാം കാണാൻ പറ്റുമല്ലോ. അപ്പോ ഒരുപാട് സന്തോഷം ഇത്രയും നേരം ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്തത്. അത് എനിക്ക് സ്പെഷ്യലി സന്തോഷമുള്ള എല്ലാവരും എന്റെ സീനിയേഴ്സ് ആണെന്നുള്ളൊരു സന്തോഷമാണ്. ഇത്രയും ഈ ആദ്യത്തെ ഒരു സെക്കൻഡ് ബാച്ച് മുതലുള്ള ഇത്രയും ആൾക്കാരൊരു കാണാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. I think it was wonderful. I think it was wonderful. I'm coming into a podcast, especially XMSC for the first time. എന്താ പറയുക, നമ്മുടെ ആ ഒരു സ്പ്രെഡ് ഓഫ് ബാച്ചസിലുള്ള ആളുകളെ കാണാൻ പറ്റിയതിലും ആ ഒരു മെമ്മറീസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും, പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു ലെഗസിയും കാര്യം ഇപ്പോഴത്തെ ഇപ്പം അഭിഷേക് തുടങ്ങി എല്ലാവരും ഒരു സ്ട്രോങ് കണക്ട് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാം. ഞങ്ങളൊക്കെ ഈ 29 ഞങ്ങൾ ഈ കൊല്ലം നെക്സ്റ്റ് ഇയർ വിൽ ബി അവർ 30th ഇയർ. അപ്പൊ ആ 30 കൊല്ലത്തെ ആ ഒരു കണക്ഷൻ ഐ ക്യാൻ സ്റ്റിൽ ഫീൽ. വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു സോ മച്ച് അരുണിക്ക. പുതിയ അനുഭവമാണ്. അനുഭവം ഞാൻ പറഞ്ഞത് ഈ വലടിക്കാനല്ലോ കേട്ടോ, എനിക്ക് നല്ല ശീലമുള്ള കാര്യമാണ്, ഞാൻ വളരെ എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതിങ്ങനെ റെക്കോർഡ് ചെയ്യുമെന്ന് പിന്നീട് പബ്ലിഷ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബലമുണ്ട്, അത് ഞാൻ അറിയാതെ വരുന്നതാണ്. സോറി, എനിക്ക് ഫോർമലായി സംസാരിക്കുന്ന ആളല്ല. അതുകൊണ്ട് നമുക്ക് മീറ്റ് ചെയ്യാം. പിന്നെ ശനിയാഴ്ച ദിവസം രാവിലെ 7:30 സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. വൈകുന്നേരം 7:30 ഞാൻ കുറച്ചുകൂടെ സപ്പോർട്ടായിട്ട് സംസാരിച്ചു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. അതെ, എല്ലാവരും കണ്ട സന്തോഷം. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എല്ലാവരും സമയം കിട്ടുമ്പോൾ MEC മെമ്മറീസ് എന്ന് പറഞ്ഞ പേജ് വെറുതെ ഒന്ന് നോക്കിക്കോളൂ. നമ്മൾ ഇത്രയും മൂഡിൽ നിൽക്കുന്നതുകൊണ്ട് അത് രസമായിരിക്കും. അതിനകത്തൊരു 10-15 പോസ്റ്റേ ഉള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് ഞങ്ങൾ വളരെയധികം ആവശ്യമാക്കിയ ഒരു പരിപാടിയായിരുന്നു അത്. എന്നാണ് കുറെ കാലത്തിന് ശേഷം ഇന്നാണ് ഞാനത് ഓർത്തത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. ഇപ്പൊ 6-7 വർഷമായി.
അതോടെ ഉണ്ടാവും. എന്നാലും എല്ലാവരും നോക്കി നന്നായിരിക്കും. ഓക്കെ, എന്തായാലും സന്തോഷം. ഒരുപാട് സന്തോഷം. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തത്. അഭിഷേക്, എനിക്ക് തോന്നുന്ന ഒരു ആദ്യത്തെ പോഡ്കാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഇത് റെക്കോർഡ് ചെയ്ത് ഇത് എങ്ങനെ ആകും എന്നുള്ള റെക്കോർഡ്, നമ്മൾ എന്ത് പറഞ്ഞാലാണ് പ്രശ്നമാവുക, എന്ത് പറഞ്ഞാലാണ് സീനാവുക, നാളെ ഇതിന്റെ പേരിൽ പുകിലാവോ, അങ്ങനത്തെ കുറെ സമയം. പക്ഷെ ഹാനോട്ടൊക്കെ പറഞ്ഞ പോലെ, അതായത് എനിക്ക് തോന്നുന്നു MECയിൽ പഠിച്ച ഒരാളായിട്ട് ഐ തിങ്ക് അതിപ്പോ എത്ര കൊല്ലം മുന്നേ ആണെങ്കിലും ഐ തിങ്ക് അവര് നമ്മളെ അവരുടെ ഒരു ഈക്വൽ ഇല്ലെങ്കിൽ അവരുടെ ഒരു ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന പോലെ ഒരിക്കലും ഒരു ഗ്യാപ്പ്. കാരണം ഞാൻ നിങ്ങളെ രണ്ടുപേരും കണ്ടിട്ടേ ഇല്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് ഓക്കെ നമ്മൾ സീനിയേഴ്സ് ആണ് എന്നുള്ള ഒരു ദാറ്റ് കണക്ട്. അതായത് ഓക്കെ, ഇനി വാട്സാപ്പിൽ ചെന്ന് എന്തെങ്കിലും ചോദിക്കാം എന്നുള്ള ഒരു കണക്ട് ആണ് ഇസ് വാട്ട് ഐ ഫീൽ. But thank you so much for organizing this podcast. കാരണം എനിക്ക് എല്ലാവരും മൂന്ന് സ്ഥലത്തൊക്കെ ഇരുന്ന ഒരു ടെക്നോളജി ഹാസ് കം അപ്പ്. ഈ ഹാരൂനൊക്കെ പഠിച്ച സമയത്ത് ഫോൺ പോലും ഇല്ല എന്നുള്ള സമയത്ത് പറഞ്ഞ സമയത്ത് now I think we've come a long way, like where all of us are connected and this thing. So it's pretty interesting. But thank you so much for inviting me also in this താങ്ക് യു സോ മച്ച് എവരി. ആൻഡ് ഹാപ്പി മൂൺ പോഡ്കാസ്റ്റിന്റെ ഒരു വലിയൊരു നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും നമുക്ക് ഒരുപാട് നാള് ഇനിയും കാണാൻ പറ്റട്ടെ, ഒരുപാട് മെമ്മറീസ് ഇനിയും ഷെയർ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. അപ്പം